الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഖാതമുൻ നുബുവത്താണ് ഇനി അടുത്ത ചർച്ച. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിൻ്റെയും റിസാലത്തിൻ്റെയും അറിയിക്കുന്ന ഒരു ദലീലാണിത്. ലഖദ് സബത ഫിൽ അഹാദീസ് സഹീഹ, സഹീഹായ ഹദീസുകളിൽ സുബൂത്തായിട്ടുണ്ട്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ബൈന കതിഫൈഹി ഖാതമുൻ നുബുവ്വ, തങ്ങളുടെ രണ്ട് ചുമലിൻ്റെ ഇടയിൽ ഖാതമുൻ നുബുവത്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ കൈഫിയത്ത് പറയും. വഹുവ കമാ ഖാല ഉലമാഉൽ ഹദീസ്, ഹദീസിൻ്റെ ഉലമാക്കന്മാർ പറഞ്ഞതുപോലെ പറയാം, ബദ്അത്തുൽ അഹ്മി, മാംസത്തിൻ്റെ ഒരു ഭാഗമാണ്. നാശിസത്തുൻ, അതിങ്ങനെ പൊന്തിക്കിടക്കുന്നത്, അല്പം ശരീരത്തിൻ്റെ പ്രതലമായിട്ട് അല്പം പൊന്തിക്കിടക്കും. അതാ നാശിസ എന്ന് പറഞ്ഞാൽ മുർത്തഫിയ. ഇവിടെ ഫീ ലഹരിഹി ഷരീഫി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകിലാണ്. എവിടെ ഇന്ത നാഗലി കത്തിഫിഹിൽ യുസ്ര, ഇടഭാഗത്തെ ചുമലിൻ്റെ മേൽഭാഗം. അതിൻ്റെ എല്ലാം മഴ പറയും. അലൈഹ ഷഹറാത്തുൻ, അതിൻ്റെ മേലെ കുറച്ച് രോമങ്ങളുണ്ട്. കാന്നഹ ഖീലാനുൻ, ഖീലാൻ എന്ന് പറഞ്ഞാൽ പ്രൊഫസറിലി ഫബി കസരിൽ ഖാഇ ഖീ വൈസ്കാനിൽ ആയി, അപ്പം ഖീന്ന് നീട്ടുക, ലംഖാൽ എന്ന് വഹുവ ശാമത്തു ഫിൽ ജസദി, ശരീരത്തിലുണ്ടാകുന്ന ഒരു മറു എന്ന് വെച്ചാൽ മറ്റുള്ള ഇതിൻ്റെ കളറും പൊട്ടിട്ട് ചെറിയ ഇങ്ങനെ പൊന്തിക്കിടക്കും. യസ്ഹു ബിന്നൂർ, അത് പ്രകാശം കൊണ്ട് നിങ്ങൾ തിളങ്ങുന്നുണ്ടാകും. വതഅലുഹുൽ മഹാബത്തു, അത് കണ്ടാലേ വലിയ ഭയഭക്തി തോന്നും. വയംസഹു ബിത്തീബ്, നല്ല പരിമളം കൊണ്ട് അടിച്ചു വീശും. ഇതാണ് അതിൻ്റെ അവസ്ഥ. റവ തിർമിദി വഗൈറുഹു അൻ അമീറുൽ മുഅ്മിനീന റളിയല്ലാഹു അലി റളിയല്ലാഹു അൻഹു അന്നഹു കാന, അലി റളിയല്ലാഹു അൻഹു ഇദാ വസഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞാൽ ഈ ജംലത്തി ഔസാഫിഹി, തങ്ങളെ ഔസാഫ് എടുത്തിട്ട് ഓരോന്ന് പറയുമ്പോൾ ബൈന കതിഫൈഹി ഖാതമുൻ നുബുവ്വ വഹുവ ഖാതിമുൻ നബിയ്യീൻ എന്ന് പറയും. തങ്ങളുടെ കതിഫിൻ്റെ ഇടയിൽ ഖാതമുൻ നുബുവ്വത്തുണ്ട്, തങ്ങൾ അവസാനത്തെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഹദീസ് കമാ തഖദ്ദമ, അവൻ നമ്മുടെ ബാബിൻ്റെ ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു. وروى الترمذي في الشمائل عن رميثة رضي الله عنه قالت سمعت رسول الله صلى الله عليه وسلم തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. യഖൂലു ഇപ്പം പറയുന്നുണ്ട്. അതാ സമയത്ത് യഖൂലു എന്താ പറഞ്ഞത്? സഅദ് ഇബ്നു മുആദ് തങ്ങളോട് പറഞ്ഞ ആ വാക്ക്. സഅദ് ഇബ്നു മുആദിനെ പറ്റിയാണ് പറയുന്നത്, ഓരോടല്ല. വലൗ അശാഉ, അതാണ് നമ്മളെ ചർച്ച. വലൗ അശാഉ അൻ നുഖബ്ബിലൽ ഖാതമല്ലദീ ബൈന കതിഫൈഹി, തങ്ങളുടെ ചുമലിൻ്റെ ഇടയിലുള്ള ഖാതമുൻ നബുവത്ത് ചുംബിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ലഫഅൽതു, ചെയ്യാൻ കഴിയും. അത്രയും അടുത്തിട്ടാണ് കാണുന്നത്. അതാണ് നമ്മുടെ വിഷയം. അതിൽ സഅദ് ഇബ്നു മുആദ് തങ്ങളെ മഹത്വം യഖൂലു, അതാ പറയുന്നത്. ഇത് സഅദ് ഇബ്നു മുആദ് തങ്ങളെ പറ്റി മൂപ്പർ വഫാത്തായപ്പോൾ പറയുന്നത്. യൗമ മാത്താതെ മരിച്ചവരോട് പറയില്ല. എന്താ പറയുക? ഇഹ്തസ്സ ലഹു അർശുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അർശ് പോലും ഇങ്ങനെ ഇഹ്തിസാസായി പോയി. സഅദ് ഇബ്നു മുആദ് തങ്ങളെ മഹത്വത്തിന് വേണ്ടിയിട്ട് ആ പറയുന്ന കേട്ടത് എങ്ങനെയാണ്? ഞാൻ തങ്ങളുടെ ഖാതമുൻ നബുവത്ത് ചുംബിക്കാൻ ഉദ്ദേശിച്ചാൽ സാധ്യമാകുന്ന രീതിയിൽ അടുത്ത് നിന്നുകൊണ്ടാണ് കേൾക്കുന്നത്. അതിൻ്റെണ്ടാകും. ഇനി ഔസാഫ് ഖാതമുൻ നബുവത്തിൻ്റെ ഔസ്ഫുകളാണ് പറയുന്നത്. അത് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ജാഅ ഫീ ഖാതമുൻ നബുവത്തി ഔസാഫുൻ മുതഅദ്ദിദ, വ്യത്യസ്തങ്ങളായ ഔസാഫ് അതിൽ വാരിതായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാം കൂടി അതാണ്. ചിലർ കണ്ടത് മാത്രം പറഞ്ഞു.
വലാ തനാഫിയ ബൈനഹ, ആ പറഞ്ഞ ഔസാഫ് തമ്മിൽ പരസ്പര വൈരുദ്ധ്യമില്ല. കമാ സനുബയ്യിനു ദാലിക ഇൻഷാ അല്ലാഹു തആല, അത് വ്യക്തമാക്കി തരാം. ഫഫി സഹീഹൈനി, അതിൽ സഹീഹുൽ ബുഖാരി സഹീഹുൽ മുസ്ലിമിലുണ്ട്. വല്ലഫ്ദു ലിൽ ബുഖാരി, ഇമാമിന് ലഫ്ദാ പറയുന്നത്. അൻ സായിബ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു ഖാല ദഹബത് ബി ഖാലതി, എൻ്റെ ഉമ്മാൻ്റെ സഹോദരി എന്നെയും കൂട്ടിയിട്ട് പോയി. എവിടെ? ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക്. ഫഖാലത്, എന്നിട്ടോ ഇളയമ്മ അല്ലെങ്കിൽ മൂത്തമ്മ, ഖാലത്ത് ഉമ്മാൻ്റെ സഹോദരൻ അല്ലെങ്കിൽ മൂത്താള് ഇളയാള്. സഹോദരൻ എന്നാലും ഇളതെ മൂത്തൊന്നും കിട്ടൂല. ഇന്ന ബിന ഉഖ്തി, എൻ്റെ ഉഖ്തിൻ്റെ മോനാണ് എന്ന് കൂട്ടിയ സായിബ്. വജഉൻ എന്ന് പറഞ്ഞാൽ കുറച്ച് എപ്പോഴും രോഗം ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. ഫമസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വജിഉൻ വയ്ക്കണം. വജഉ എന്ന് പറഞ്ഞാൽ വേദന എന്നല്ല അർത്ഥം കിട്ടുന്നത്. വജിഉൻ വേദന അനുഭവിക്കുന്ന ആള്. ആ വജ എന്ന് പറഞ്ഞാൽ ഈ വേദനയും രോഗവും എല്ലാം പെട്ട അഹമായ വാക്കാം. ഈ ഹവാം എന്ന് പറഞ്ഞ മാതിരി മനുഷ്യനിക്ക് ഉപദ്രവകരമായ ചെള്ള്, കൊത, മൂട്ട, പാമ്പ്, തേള്, ചെതല് എല്ലാം അതിൽപ്പെട്ടു. ഫമസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടകി റഅസി, എൻ്റെ തലതടയി. അതെ സായിബിൻ്റെ. വദഅ ലി ബിൽ ബറക, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. വതവല്ലഅ, തങ്ങൾ ഒന്നുണ്ടാക്കി. ഫശരിബ്തു മിൻ വദൂഇഹി, തങ്ങളുടെ ഒന്നുവിൻ്റെ വെള്ളമുണ്ടല്ലോ അത് ഞാൻ കുടിച്ചു. സുമ്മ ഖുംതു ഖൽഫ ദഹരി, പിന്നെ ഞങ്ങൾ തങ്ങളെ പിന്നിൽ നിന്ന്. ഫനദർതു ഇലാ ഖാതമിൻ നബുവത്തിലേക്ക് ഞാൻ നോക്കി. ബൈന കത്തിഫൈഹി, തങ്ങളുടെ ഹത്തീഫിൻ്റെ ഇടയിൽ മിസ്ല സിദ്ദിൽ ഹജലത്ത് പറയുന്ന മൂപ്പർ വ്യാഖ്യാനിച്ചത്. എന്താ സിദ്ദിൽ ഹജലത്ത്? അതാ ഹദീസ് ശറഹ് നോക്ക്. ഖാലൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഫീ ശറഹിഹി, ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ശറഹ് മുസ്ലിമിലാ പറയുന്നത്. അമ്മാ സിദ്ദുൽ ഹജലത്ത് എങ്ങനെ വായിക്കണം? ഫബിസായി, സായി എന്നല്ല വായിക്കുന്നത്, സായി. അതിന് വേണ്ടിയിട്ട് കുഴപ്പമൊന്നും കൂട്ടണ്ട. കുഴപ്പം കൂട്ടിയാൽ മുട്ട കൊടുക്കുകയും ചെയ്യൂല, കുട്ടിയോണ്ട് കാര്യമില്ല. അത് സുമ്മ റായിൻ, പിന്നെ റാഗ്. അത് രണ്ടും ഒരേ ശക്കിലാകുമ്പോൾ റാഗ് ആദ്യവും റായി പിന്നെയാണ് തുണിപ്പുണ്ടാവും. അണ്ടെന്നാക്കിയത് സുമ്മ എന്ന് പറഞ്ഞത്. ഐ വാഹിദുൽ അസ്റാർ, അസ്റാറിൻ്റെ ഏകവചനമാണ് ഇത് സിർ. അസ്റാർ എന്ന് വെച്ചാൽ കൊടുക്കുന്നതാണ്. അല്ലത്തി തൂലഉ ഫിൽ ഉറല്ലത്തി തകൂനു ലിൽ ഖൈമ, ഖൈമക്ക് വേണ്ടിയിട്ട് എന്താക്കുന്നറിയോ? ഇങ്ങനെ വെച്ചിട്ട് അടുപ്പിക്കാൻ ഉണ്ടാക്കാനോട് കാര്യം കിട്ടും. ഒരു ഖൈമൻ്റെ ഉള്ളിൽ അപ്പം ഈ ഇവിടെ പിന്നെ നൂലില്ല, അങ്ങ് കുന്തലാണ് കാര്യം വെച്ചിട്ട്. കാല വൽ ഹജല, ഹജലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബി ഫത്ഹിൽ ഹാഇ വൽ ജീമി, ഹജലത്ത് എന്ന് വായിക്കണം. ഹാക്ക് ഫത്ഹ്, ജീമിന് ഫത്ഹ്. ഹാദാ ഹുവ സഹീഹുൽ മശ്ഹൂർ, ഈ ദബ്താണ് ഇത് മശ്ഹൂറും സഹീഹുമായത്. വൽ മുറാദ് ബിൽ ഹജലത്ത് എന്ന് പറഞ്ഞാൽ വാഹിദത്തുൽ ഹിജാൽ എന്നതിൻ്റെ ഏകവചനമാണ്. അപ്പോൾ ഹിജാൽ ബഹുവചനായി. വഹിയ ബൈത്തുൻ കൽ ഖുബ്ബത്തി, ഒരു കുബ്ബ പോലെ. പണ്ടേ കത്തിൽ മേക്കട്ടി താത്മയെന്നെല്ലാം വന്നിട്ട് എന്തെല്ലാം ഉണ്ടാക്കലുണ്ട്. അതെന്താ ഐ കൽ ഖുബ്ബത്തി സഗീറത്തി തുഅല്ലഖു അല സരീർ, കട്ടിലിൻ്റെ മേലെ കെട്ടപ്പെടുന്നു. ലഹാ അസ്റാറുൻ കിബാറുൻ, അതിനെന്താക്കും? ഈ കുടുക്ക് വെക്കുന്ന അതുണ്ടാകും. വഉറ, അതിന് കെട്ടുന്ന കാര്യം ഉണ്ടാവും, നാട. ഹാദാ ഹുവ സവാബുൽ മശ്ഹൂർ അല്ലദീ ഖാലഹുൽ ജംഹൂർ. അപ്പോൾ ഈ കുപ്പായത്തിൻ്റെ തുളപ്പലാപ്പം ഉണ്ടാകും. ഈ ശരിയായ വട്ടത്തിലല്ല, അണ്ണാകൃതിയിലാണ് ഉണ്ടാകുന്നത്. ഇതിനെ കൂടി നമ്മളെ സാധാരണ ശീലം ചെയ്യുന്നില്ലേ? അതായത് ദീർഘവൃത്തം. അതിൻ്റെ അതന്നെ. അപ്പോൾ ഒരു വസ്തു പറഞ്ഞു. ആരെ? സായിബിൻ്റെ റിവായത്തിൽ. وروى الترمذي عن عاصم الأحولي عن عبد الله بن سردس رضي الله عنه أنه قال أتيت النبي صلى الله عليه وسلم. അടുക്കലേക്ക് ഞാൻ പോയി.
വഹുവ ഫീ നാസിൻ മിൻ അസ്ഹാബിഹി, അസ്ഹാബിമാരുടെ കൂട്ടത്തിലായിരുന്നു തങ്ങൾ. ഫദൂത്തു ഹാക്കദാ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചുറ്റി തന്നെ കാണിച്ചു കൊടുത്തത്. ഖൽഫ മീൻ ഖൽഫി, തങ്ങളെ പിന്നിൽ നിന്ന് ഇങ്ങനെ വന്നു. അപ്പൊ ഹാക്കദാന്റെ ഇഷാറത്ത് ഓർ കാണിച്ച ഇഷാറത്തിലേക്ക് ഫഅറഫല്ലദീ ഉരീദ, അപ്പൊ എന്റെ ഉദ്ദേശം എന്താണ് തങ്ങൾക്ക് മനസ്സിലായി, ഇത് കാണലാണ്. അങ്ങനെ മുതുകിൽ നിന്നെന്താക്കി തട്ടം മൂപ്പർ മാറ്റിയിട്ട് ഖാത്തമിന്റെ സ്ഥലം ഞാൻ കണ്ടു. അലാ കതിഫിഹി, കതിഫിഹി ഞങ്ങളെ കതിഫി മീസിൽ ജുംഇന, ജുംഇന്റെ അർത്ഥം പറയുന്നത് ബിദമ്മിൽ ജീമി, അടി ശറഹുണ്ട്, വൈസ്കാനിൽ മീമി ജും. ഇങ്ങനെ ചുരുട്ടി പിടിച്ചാലുണ്ടാകുന്ന ആകൃതിയിൽ നമ്മൾ ചിലപ്പോ ഹാർട്ടിന്റെ സൂറത്ത് പറയുമ്പോൾ കാണല്ലേ ഇങ്ങനെ ചുരുട്ടിയ മാതിരി ഉണ്ട്. വിരലുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങോട്ട് മടക്കി കഴിഞ്ഞാലുണ്ടാകുന്ന കോലവും ഇങ്ങനെ മുള്ളിൽ കൂടെ വില വെച്ചാൽ എങ്ങനെ ഇട്ടു അതുപോലെയാണ്. كما أوضحه الإمام النووي رضي الله عنه والمراد أن تجمع الأصابع وتضم إلى باطن الكف, വിരലുകൾ മുഴുവൻ മടക്കിയിട്ട് ബാത്തിനുൽ കഫിലേക്ക് എന്താക്കാൻ വെക്കുക. കൽ ഖാബിദ് അല ഷൈ, ഒരു സാധനം കയ്യിൽ പിടിച്ചാൽ എങ്ങനെയെങ്കിലും. അപ്പൊ ഈ കോലം എങ്ങനെയുണ്ട്, ഒരേ ആകൃതി ഉണ്ട്. അതായത് ഇത് കോലം കിട്ടണമെങ്കിൽ ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ വരച്ച് നോക്കണോ? അതെ, കമാ ബയ്യനഹുൽ ഹാഫിദ് സുർഖാനി. അപ്പൊ രണ്ടാളും തമ്മിൽ പരസ്പര വൈരുദ്ധ്യം ഇല്ലാന്ന്. ഇനി ഓറ് പറഞ്ഞതിന്റെ അപ്പുറം മറ്റൊന്ന് പറയുന്നുണ്ട്, ഹൗലഹാ ഖീലാനുൻ. അതാ അതിന്റെ ചുറ്റുഭാഗത്ത് ഖീലാനുണ്ട്. എന്നാ ഖീലാന് ഫബി കസ്രിൽ ഖാഇ അൽ മുഅ്ജമതി വഇസ്കാനിൽ യാഇ. മുഅ്ജമത്തിനെ പറയുന്നത് അത് ഖാന ആന്നും വയ്ക്കാതെ പുള്ളിയിട്ടെങ്കിലല്ലേ മുഅ്ജമത്താകല്. ജംഉ ഖാൽ വഹുവ ശാമത്തുൽ ജസദി, ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മറു. അപ്പൊ ശരീരത്തിന്റെ ബാക്കി ഭാഗത്ത് നിന്ന് വേർതിരിക്കുന്നു. കഅന്നഹ സലാലിലു, കണ്ടാലേ ചെറിയ കുരുക്കളെ പോലെ തോന്നും, ചെറിയ ഉണ്ണിക്കുരുവില്ല. അപ്പൊ ഓറ് കണ്ട മുസാഫ് മുമ്പ് പറഞ്ഞതിനോട് തുല്യമാകുന്നുണ്ട്, പോരാത്തത് ഒന്ന് കൊടുക്കൂട്ടി. അങ്ങനെ ഞാൻ എന്താക്കി നോക്കിയിട്ട് തിരിച്ച് ഹത്തസ്തഖ്ബൽതുഹു, അങ്ങനെ തങ്ങൾക്ക് അഭിമുഖമായി ഫഖുൽതു, ഞാൻ പറഞ്ഞു ഗഫറല്ലാഹു ലക യാ റസൂലല്ലാഹ്. ശരിക്കും തങ്ങൾക്ക് മഗ്ഫിറത്തിന് വേണ്ടി പറയാൻ പാടില്ല എന്നാണ് നമ്മുടെ അദബിലുള്ളത്. തങ്ങൾക്ക് സലാത്ത് തവർറുക്കല്ലാതെ ഗഫറല്ലാഹു എന്ന് വെച്ചാൽ അതിലൊരു ഈഹാമുണ്ട്, തങ്ങൾക്ക് എന്തോ പൊറുക്കപ്പെടേണ്ട ദോഷമുണ്ടെന്ന് തോന്നിപ്പോകും. മഅ്സൂമ് ആയോണ്ട് അത് പറയാനേ പാടില്ല. ഏതായാലും അത് വിരോധിക്കുന്നതിന് മുമ്പായിരിക്കണം. ഫഖാല വലക, നിങ്ങൾക്കും അല്ലാഹു തആല പുറത്തു തരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി, തങ്ങളെന്തായി നിനക്ക് മഗ്ഫിറത്തിന് വേണ്ടി വരക്കല കിട്ടിയല്ലോ. ഫഖാലൽ ഖൗമ, പറഞ്ഞു, ഇസ്തഗ്ഫറ ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ നിനക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിയല്ലേ? ഫഖാല നഅം, വലക്കും, അത് നിങ്ങൾക്കും കിട്ടുന്നു. എങ്ങനെ? ثم تلا هذه الآية, ഈ ആയത്ത് ഓതി വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മുഅ്മിൻ നിങ്ങൾ എല്ലാവരും പെട്ടല്ലോ. അവിടെ നമ്മൾ ചർച്ചാ വിഷയം കിടക്കുന്നത് ഖാതമുൻ നബുവത്തിൽ സൂറത്ത്. വഖദ് റവാഹു മുസ്ലിം, മുസ്ലിമിന്റെ റിവായത്തിലൊക്കെ സുമ്മ ദുർത്തു, നേരത്തെ പറഞ്ഞ ലഫ്ദ് ബുഖാരി ഇമാമിൻ്റെതാണെന്ന് പറഞ്ഞു. ഇനി മുസ്ലിമിന്റെ റിവായത്തിൽ ഫദുർത്തു സുമ്മ ദുർത്തു ഖൽഫഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനദർതു ഇലാ ഖാതമിൻ നബുവത്തി ബൈന കതിഫൈഹി എന്നുള്ളത്. അതാ നേരത്തെ അലാ കതിഫൈ, അപ്പൊ രണ്ട് ചുമലിന്റെ ഇടയിൽ ഇടഭാഗത്തെ കസഫിന്റെ മുൾഭാഗം. അപ്പൊ അടുത്തോട്ടേക്ക് ലേശം ചാഞ്ഞാൽ അത്തം നടക്കല്ല, ഒത്തം നടക്കുന്ന അട്ടല്ലല്ലേ ഉണ്ടായിരുന്നു. എന്താ നാഹിദ് എന്ന് പറഞ്ഞാൽ ഖാലൽ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാ നാഹിദുൽ കതിഫി ഫബിന്നൂനി വൽ ഗൈനി വല്ലാദിൽ മുഅ്ജമത്തൈൻ. നൂനിന്റെ മുഅ്ജമത്ത് എന്ന് പറയുന്നത് നൂനേ ഉള്ളൂ. ഗൈനിന്റെ അവിടെ എന്താക്കാം, ഐനു ആകാലോ. ദാദിന്റെ അവിടെ പുള്ളി മാറ്റിയ സ്വാദു ആകാല. അപ്പൊ രണ്ടെണ്ണത്തിന് എന്ത് പറഞ്ഞു? വൽ ഗൈനി വല്ലാദിൽ മുഅ്ജമത്തൈനി. പിന്നെ വൽ ഗൈൻ മക്സൂറ, ഗൈനിന് കസ്റ, നാഹിദ്.
ഖാലൽ ജംഹൂറു അൻ-നഖ്ദു വൻ-നാഖിദു വൻ-അലൽ കത്തിഫ്, കത്തിഫിന്റെ മേൽഭാഗം എന്നാണ്. അപ്പോൾ ചിലർ പറഞ്ഞെന്താ കൽബിന്റെ നേരെ അതാ വഖീല ഹുവൽ അലമുർ റഖീഖു അല്ലദീ അലാ തർഫിഹി, ആ കത്തിഫിന്റെ ബക്കത്തുണ്ടാകുന്ന ഒരു നേരെ എല്ലുണ്ട് അവിടെയാണ്. വഖീല മാ യദ്ഹറു മിൻഹു ഇൻദ തഹറുക്, കേക്ക് ഇങ്ങനെ ചലിപ്പിച്ചാൽ ഇവിടെ നിന്ന് ഇളകിയിട്ട് കാണുന്ന സ്ഥലം ഉണ്ടല്ലോ ബേക്കിനി, അവിടെയാണ്. ജുമിന്റെ നേരത്തെ പറഞ്ഞു കൈ ചുരുട്ടിയ പോലെ. അലൈഹി ഖീലാനു കംസാലി സആലിൽ, അത് നേരത്തെ പറഞ്ഞത് തന്നെ. അവൻ രണ്ട് രൂപത്തായി. വറവാ മുസ്ലിമുൻ അൻ ജാബിരിൻ ബിൻ സമ്റത റളിയല്ലാഹു അൻഹു ഖാല റഅയ്തു ഖാതമൻ ഫീ ലഹരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ മുതുകിൽ ഞാൻ ഒരു ഖാതമ കണ്ടു. കഅന്നഹു ബൈലത്തു ഹമാമിൻ, മാടപ്രാവിന്റെ മുട്ട പോലെ തോന്നുന്നു. അതും അണ്ണാകൃതി തന്നെ. പോയാണ് ആടുണ്ടാവില്ലല്ലോ, മാടപ്രാവിൽ അധികം ഉണ്ടാവില്ലേ, അതാ ചെറുതൊന്നും. വറവൽ ഇമാമു അഹ്മദു വത്തിർമിദിയു, ഇമാം അഹമ്മദ് തിർമിദി രണ്ടാള് റിവായത്ത് ചെയ്തു. വല്ലഫുദ് ലഹു, തിർമിദി ഇമാമിൻ്റെതാണ് റിവായത്ത്. عن أبي نضرة العبقي رضي الله عنه قال سألت أبا سعيد الخدري رضي الله عنه ഞാൻ ചോദിച്ചു അൻ ഖാതമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഖാതം എങ്ങനെയായിരുന്നു. ഫഖാല, അപ്പോൾ അബൂ സഈദ് അൽ ഖുദ്രി എന്താ പറഞ്ഞു, ഖാല ഫീ ലഹരിഹി ബദ്അതൻ നാശിസതൻ, അതിനകത്ത് കണ്ടിട്ടുണ്ട്. മുസന്നിഫാത്തെ പരിചയപ്പെടുത്തിയ ഒന്നാം പാരഗ്രാഫ് അതാണല്ലോ. ശരീരത്തിൽ ഒരു ബദ്അത്ത്, ഒരു മാംസം നാശിസതൻ, അതിങ്ങനെ പൊന്തിക്കിടക്കുന്നത്, വല്ലാണ്ട് മുഴുവനായിട്ടല്ല. ഇത്അതു ലഹമി മുർതഫിഅ, അപ്പം ശരീരത്തിന്റെ പ്രതലത്തിനെയും ഇവിടെ ഒരു ലേശം പൊന്തിയിട്ടുണ്ട്. وروى الترمذي وغيره عن الباء قال حدثني عمرو بن أخطب الأنصاري رضي الله عنه قال قال لي رسول الله صلى الله عليه وسلم يا أبا زيد أذن مني എന്നെ കൊണ്ട് അടുത്ത് വാ, ഫംസഹൽ ലഹരി, എൻ്റെ പുറം തടകുന്നു. എന്നോട് അസഹാബിയോട് ഫമസ്തഹതു ലഹുറഹു, തങ്ങളെ പുറം തടകി. ഫബഖഅതു അസാബി അലൽ ഖാതം, അപ്പോൾ തടകുമെന്തായി, അതിൻ്റെ മുകളിലെ കൂടി എൻ്റെ കൈ തടഞ്ഞു. അപ്പോൾ പൊന്തി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഖുൽതു, ഞാൻ ചോദിച്ചു, അമൽ ഖാതമു, അല്ലെന്ന് റാബിയ ചോദിക്കുന്നു. ഖുൽതു നബിനോട് ചോദിച്ചതല്ല, ഞാൻ തങ്ങളെ ഖാതമിൻ്റെ മേലിൽ തട്ടിയത് എന്താണ് ഖാതം എന്നാ ചോദിക്കുന്നത്. കാല ഷഹറാത്തും മുജത്തമിയാത്തും, ഇങ്ങനെ കുറച്ച് ഒരുമിച്ച് കൂടിയ കുറച്ച് മുടികളുണ്ട് എന്ന് പറഞ്ഞു. പോട്ട് കാലല്ലോ, ഇപ്പം മൂന്നാല് രൂപയത്തെ പറഞ്ഞ് പല കൊലത്തിൽ, ഒന്ന് കഴിഞ്ഞുരുട്ടിയ പോലെ, ഒന്ന് മുട്ടൻ്റെ ആകൃതിയിൽ. പിന്നെ കാലൽ ഉലമാഉ റളിയല്ലാഹു അൻഹു പറയുന്നു, വഖ്തിലാഫു അഖ്വാലിർ റുവാതി ഫി ഔസാഫി ഖാതമിൻ നബുവ്വ, ഖാതമുൻ നബുവ്വത്തിന്റെ ഔസാഫ് വ്യാഖ്യാനിക്കുന്ന വിഷയത്തെ റാവികളെ ഖൗല് പലതായി. അത് ലൈസ മിൻ ബാബി തനാഫി ബൈനഹാ, അതിൻ്റെ ഇടയിൽ പരസ്പര വൈരുദ്ധ്യം എന്നല്ല അർത്ഥം. എന്താ അത്, ഓരോരുത്തരും അവർക്ക് വെളിപ്പെടുത്തതിന് എന്താക്കി തസ്ബീഹാക്കിയിട്ട് പറഞ്ഞു എന്നാണ്. എല്ലാം ഒന്നിലേക്കാ മടങ്ങും, ഒന്നിലധികം ഖാതം ഇല്ലല്ലോ. ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസ്തുറുഹു, അത് മറച്ചു വെക്കലാണ്, എല്ലാവർക്കും കാണൂല, കാണേണ്ട ആവശ്യക്കാർക്ക് മാത്രമേ കാണുള്ളൂ. എന്താ ബേത്തിബാരി അന്നഹു ഫീ ലഹരിഹി ശരീഫ്, തങ്ങളുടെ ലഹറിലാണ്, അത് തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുപ്പായിടാണ്ട് നടക്കേണ്ടി വരില്ലേ. അപ്പം അതിനെ വസ്ഫ പറഞ്ഞാൽ ഇമ്മാ റാഹു മിൻ ഖൈരി ഖസിദിൻ, ഓർക്കാപ്പുറത്ത് കണ്ടതായിരിക്കും. ഇപ്പോൾ അബ്ദുള്ള എന്താ അവിടെ പറഞ്ഞ് അംറു ബിൻ അഖ്തബിനോടല്ലേ പറഞ്ഞത്, എൻ്റെ പുറം തടകിത്താന്ന് പറയുമ്പോൾ സംഗതി വശ കൈമുട്ടിയതാണ്. ചിലത് കാണാനായിട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒന്നുണ്ട് പോലെ ഒന്ന് കാണണം. അതെ, ആ അന്നഹു സല്ലല്ലാഹു അറാഹു ലഹു, എല്ലാം കാണിച്ചു കൊടുത്തു. ഈ പറ്റേ കാണുന്ന ആളെന്താക്കുന്നത് മഖാമൽ ഹൈബത്തി വൽ വഖാർ, പേടിയുടെയും ഹൈബത്തിൻ്റെയും അത് പരിഗണിച്ചിട്ട് വൽ അദബ് മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നോക്കി വർണ്ണിക്കാൻ കഴിഞ്ഞില്ല. ഒറ്റ നോക്കിയിട്ട് വേണ്ടേ, അങ്ങനെ സാധിച്ചില്ല. ഒറ്റ നോട്ടത്തിന് ഇങ്ങോട്ട് മതിയാക്കി പേടിച്ചിട്ട്.
وقال العلامة القرطبي في شرحه على صحيح مسلم പറഞ്ഞു الأحاديث الثابتة ഈ പറയപ്പെട്ട ഹദീസുകളെല്ലാം ദാലത്തുൻ അലാ അന്ന ഖാതമുൻ നബുവത്തി ഖാതമുൻ നബുവത്ത് കാന ശൈഅൻ ബാരിസൻ, അത് ശരീരത്തിന് ശേഷം പൊന്തി തെളിഞ്ഞു കിടക്കുന്ന അഹ്മർ ചുവന്ന കളറാണെന്നും ഇന്ത കത്തിഫിഹിൽ ലൈസൻ അല്ലേ. ഇലാ കൊല്ലില, അത് ചെറുതാക്കി പറയുന്ന ആള് കതിർ ബൈലത്ത് എന്ന് പറഞ്ഞു. ഐ ഖീല ഫീഹി കതിർ ബൈലത്തിൽ ഹമാമീന്നത് ഷോർട്ടായിട്ട് പറഞ്ഞു. വൈലാ കുസ്സിറ, വലുതാക്കി പറയുമ്പോൾ ജുംഅൽ കഫീർ, കപ്പ് ചുരുട്ടി വലിപ്പുണ്ടെന്നും പറയും. ഇതിപ്പം ജുലൂസ് അതിനുള്ളതെല്ലാം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ കോല അങ്ങനെയൊന്നും അല്ല എന്നെല്ലാം പറഞ്ഞിട്ട് അടാച്ചടിച്ച് വിൽക്കുന്നതാണ്. അള്ളാഹു വേണം അല്ല ഹദീസിനെതിരേറ്റാണ്. ഒരു മിമ്പറും മെഹ്റാബെല്ലാം മലക്കുമാരെ വരച്ചിട്ട് അതിനോട് എഴുത്തുള്ളത് ബാജുലിമാവുന്ന എഴുത്തുള്ളതായിട്ട് ആ സഹാബത്ത് തെളിഞ്ഞിട്ടില്ല. എൻ്റെ പതാവിലും പറഞ്ഞിട്ട് എത്രയാണ് പിറ്റ് പൈസയാക്കി, പൈസയല്ല എല്ലാത്തിനും വേണ്ടി. എളുപ്പത്തിൽ പൈസ കിട്ടുന്ന മാർഗം എന്താണ്, അതിലേക്ക് അങ്ങനെ ചാടും. പക്ഷെ എന്നാലും സൽമാൻ നേരത്തെ മുമ്പ് പറഞ്ഞില്ലേ, കാണിച്ചു കൊടുത്തപ്പോൾ സാഹിബത്തും തങ്ങളുടെ അതപ്പ് കൊണ്ട് ഉറ്റു നോക്കാൻ കഴിഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട്. അല്ല അടുത്ത ബാബി പാരഗ്രാഫി കാത്തേക്ക് ഉറങ്ങാണ്ട് അത് അഖീലഹി ഖദറു ജുംഇൽ കഫീൻ, ഇതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജമിയ ദാലിക ഫീ ശറഹി സുർഖാനി ഫത്ഹുൽ ബാരിയിലുണ്ട്. ഇനി ഹിക്മത്തു വലഹി ബൈനൽ കത്തിഫൈനി ശരീഫൈനി, ഇത് രണ്ട് കത്തിഫിൻ്റെ ഇടയിലാണ് എന്താ കൈമലോ എവിടെങ്കിലും ആയിക്കൂടെ. അതിന് ദക്കറൽ ഉലമാഹു റളിയല്ലാഹു എന്ന് പറയുന്ന ഫീദാലിക്ക് വുജൂഹം മിനൽ ഹിക്കം, ധാരാളം ഹിക്മത്ത് വന്നിട്ടുണ്ട്. ഖാലൽ ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു എന്ന് പറയുന്നു വമിൻ അഹ്സനി മാ ദക്കറഹു ഇബ്നു ദഹിയ, കേട്ടോ, ഇബ്നു ദഹിയ റഹിമഹുല്ലാഹ് വഗൈറുഹു മിനൽ ഉലമാ, മറ്റുള്ള ഉലമാക്കളും പറഞ്ഞു ഖബലഹു, അതിക്ക് ഇബ്നു ദഹിയത്തിന്റെ മുമ്പ്, ഫിൽ ഹിക്മത്തി ഫീ ഖൗലിൽ ഖാതമി കാന ബൈന കത്തിഫൈ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ കത്തിഫിൻ രണ്ട് കത്തിഫിന്റെ ഇടയിൽ ഖാതമുൻ നബുവത്തി ഹിക്മത്ത് ഇശാറത്തുൻ ഇലാ അന്നഹു ലാ നബിയ്യ ബഅദക, തങ്ങൾക്ക് ശേഷം നബിയില്ല, അത് സമാപിച്ചിരിക്കുന്നു. യഅതി മിൻ വറായിക, തങ്ങൾക്ക് ശേഷം വരുന്ന ഒരു നബി ഇല്ലേ ഇല്ല. അപ്പൊ ഇപ്പൊ ഇമിറ്റേഷനായിട്ട് ബ്രിട്ടീഷുകാരെ കൊണ്ടെത്തുന്ന നബിയെ പ്രതീക്ഷിച്ചൊന്നും നബിയേ അല്ല. അതിന് കുറേ ആളുണ്ടല്ല, മുസ്ലിമീങ്ങളെ ചെന്നിച്ചെതിരമുണ്ടാക്കാൻ വേണ്ടി പഴയ ബ്രിട്ടീഷുകാരും ഇതിൻ്റെ യുക്തിവാദികളും പല ഇന്നും ഒത്തുകൂടുന്നില്ല. എന്താണ് ഇവിടെ കൊണ്ടു കൊടുക്കാൻ നല്ല കുറേ അന്ധവിശ്വാസങ്ങൾ കയറ്റുക, ഈ കുറേ ഔഹാമുകൾ, എന്നിട്ട് വഴങ്ങുന്നില്ല എന്നാണ് മറ്റും നോക്കും, ഒരു കഞ്ഞിപൂരം കൊണ്ടുവരൂ, മറ്റെന്താക്കുന്നറിയോ വഹാബികളെ പ്രതീക്ഷിക്കും. എന്നിട്ടെന്താക്കുക, ഇത്തരം നാട് വന്ന അകത്തൊന്നും ശരിയല്ല, അരീതൊന്നും ശരിയല്ല, ഖുർആൻ ശരിയല്ല എന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു നബിനെ പ്രതീക്ഷിക്കുക. അപ്പോൾ ഒരു കൂട്ടം അങ്ങോട്ട് പോകുമ്പോൾ എന്താക്കി, മുസ്ലിമീങ്ങളുടെ സ്ട്രെങ്ത് എന്താക്കി പൊടിയായി, അതായത് ആദ്യം പൊടിച്ച് പിന്നെ പൊടിനെന്താക്കി പൊടിച്ച്. ഇപ്പം കാനേശുമാരി കണക്കെടുത്താൽ എത്ര ആളെ പിന്നിൽ എന്തെല്ലാം ഉണ്ട് ലിസ്റ്റ് കിട്ടും, എത്ര ലക്ഷങ്ങൾ പോയിന്ന്. എല്ലാം ദീനുള്ള കുതിര കയറ്റം. വഖാല ഫിൽ ഫത്ഹി, ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞെന്താ, ഖാലൽ ഉലമാ അസ്സിറു ഫീ ദാലിക അന്നൽ ഖൽബ ഫീ തിൽക്കൽ ജിഹത്തി, അതും അതിനെതിരല്ല, കൽബ് ആ ജിഹത്തിലാണല്ലോ. വഖാലൽ അല്ലാമത്തു സുഹൈലി ഫി റൗദിൽ ഉൻഫി, റൗദുൽ ഉൻഫ് അറിയാം, സീറത്ത് ഇബ്നു ഹിശാമിന്റെ ശറഹ്. വഹിക്മത്തു വളിഹി അൽ ഖാതം ഇൻദൻ നുഗ്ലി, മേൽഭാഗം എന്നല്ല പറഞ്ഞത്, മിനൽ കത്തിഫിൽ ഇസ്ലാം ലിഅന്നഹു മഅസൂമുൻ മിൻ വസ്വസത്തി ശൈത്താൻ, ശൈത്താന്റെ വസ്വാസത്തിനെ തൊട്ട് തങ്ങൾ മഅസൂമാണ് എന്നാണ് അവിടെ വെച്ചത്. ആ ഖാത്തമ കണ്ടപ്പോൾ ജോലിക്ക് ഇങ്ങോട്ട് അല്ലെങ്കിൽ തന്നെ എടുക്കൂല, അവനൊക്കെ മഴക്കൊള്ളപ്പോലും എടുക്കുന്നില്ലല്ല. അപ്പൊ ശരീരത്തെ ശൈത്താൻ, ഇതിൽ കൂടിയാണ് മറ്റുള്ള ആളുകൾക്ക് ശൈത്താൻ കയറുന്നത്. അപ്പൊ ശൈത്താനെ തൊട്ട് കാവലായി. അപ്പൊ പല വീട്ടുകളും പറഞ്ഞു. വറവ ഇബ്നു അബ്ദുൽ ബർരി ബി സനദിൻ, അതാ അതെന്തിനാണ് ഏൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, ആ ഭാഗത്തിൽ കൂടി ശൈത്താൻ കയറുന്നുള്ളതിനെ. വറവ ഇബ്നു അബ്ദുൽ ബർരി ബി സനദിൻ ഖബയ്യിനില മൈമൂൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹു അൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു
അന്ന റജുലൻ സഅല റബ്ബഹു, ഒരാള് റബ്ബിനോട് ചോദിച്ച് അൻ യുരിയഹു മൗദിഅ ശൈത്വാനി ബിനി ആദം, മനുഷ്യന്മാരിൽ കൂടി ശൈത്താൻ പ്രവേശിക്കുന്ന അവന്റെ കേന്ദ്രം എവിടെയാന്ന് കാണിച്ചിരുന്നു. അപ്പൊ ഇത് നബവിയായ ഹദീസല്ല, ഉമർ ഇബ്നു അബ്ദുൽ അസീസിലേക്ക് എത്തിയത്. ഫഉരിയ ജസദഹു മുംഹൻ, കേട്ടാ, അദ്ദേഹത്തിന്റെ ശരീരത്തിന് കാണിച്ചു കൊടുത്ത് മുംഹൻ എന്ന് പറഞ്ഞ ട്രാൻസ്പെറന്റ്, അതായത് മുസഫൻ അലാ വസനി മുസഫൻ മുംഹൻ അല്ല മുമഹൻ, ട്രാൻസ്പെറന്റ്. അപ്പൊ ഉള്ളിൽ കിടക്കുന്നതെല്ലാം എന്താക്കും, പുറത്ത് കാണും. യുറാ ദാഖിലുഹു മിൻ ഖാരിജി, മുമഹന്റെ അർത്ഥം അതാണ്, ഉള്ളിലുള്ളത് പുറത്ത് കാണും. അവളന്റെ കോഴത്തിൽ എന്താക്കി ശൈത്താനെ കാണിക്കപ്പെട്ടു. ഇന്ത കത്തിഫിഹി, കത്തിഫിലെ ഉള്ളത്, ഹിദാ കൽബി, കൽബിന്റെ നേരെ. ലഹു ഖുർതൂമുൻ, ആ ശൈത്താൻ എന്നുണ്ട് തുമ്പിക്കൈയുണ്ട്, ഖുർതൂമിൽ ബഊലത്തി, കൊതുകിന്റെ ഖുർതൂമില്ലേ എന്നതുപോലെ. വഖദ് അദ്ഖലഹു ഫീ മൻകിബിഹിൽ ഐസരി ഇലാ കൽബിഹി, ബേക്കിലേക്ക് കൂടെ ഇങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, കൽബിലേക്ക് ഇങ്ങനെ ഇഞ്ചിക്കാൻ. യുവസ്വിസു ഇലൈഹി ഫഇദാ ദക്കറല്ലാഹ തആല അൽ അബ്ദു ഖനസ, അബ്ദു ദിക്റങ്ങ് തുടങ്ങിയാൽ എന്താക്കും, പിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അതെന്തിനാ കൊണ്ടുവന്നത്, മൗദിഉ ശൈത്താനാണ് എന്ന് കാണിക്കാനുള്ള തെളിവുണ്ടത്. ഇത് ഹയ്യിലുണ്ട്. മുത്തക്കബറും ചെമ്മാരും ഉണ്ടെങ്കിലും കളിയാക്കും. ഓനിക്ക് ഒക്കാത്തൊന്നും എല്ലാം സഹിയൊന്നുമല്ല. സൈന്യ മാനദണ്ഡം തനിക്ക് ഒക്കുന്നത്, എൻ്റെ വായിക്ക് രുചിയുള്ളത് എന്നാണ്. ഖാല ഫിൽ ഫത്ഹി, ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, ഇത് ഈ ഹദീസ് പറഞ്ഞിട്ട് അതെന്താ ഉമർ ഇബ്നു അബ്ദുൽ അസീസിലേക്ക് സമാപിച്ചു, നബവി ആയിട്ടില്ല. മൗഖൂഫാവില്ല, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സഹാബിയല്ലല്ലോ, ഓറിലേക്ക് എത്തി. എന്നാൽ വലഹു ഷാഹിദുൻ മർഫൂഉൻ, മർഫൂആയ വേറെ ഷാഹിദുണ്ട്, മർഫൂഅത്തേക്ക് നല്ലതെത്തി. അൻ അനസിൻ ഇന്ദ അബി അല വബിന് അദിയ്യ, രണ്ടാളെടുക്കലുണ്ട്. വലഫദു ഇന്ന ശൈത്വാന വാളിഉൻ ഖത്മഹു അലാ ഖൽബി ബിനി ആദമാന, അപ്പൊ അതിനെ പിന്തുണച്ചു. അപ്പൊ നേരത്തെ മഖ്തൂആയ ഒരു ഹദീസിന് മർഫൂആയ ഒരു ഹദീസ് എന്താ സാക്ഷ്യം വഹിച്ചു. അപ്പൊ അവന്റെ തുമ്പിക്ക് എന്താക്കും, മനുഷ്യന്റെ കൽബിന്റെ മേലെ വെക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹദീസുണ്ട്. അപ്പൊ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ റിവായത്തിൽ എതിരെല്ലാം قال وأورد ابن أبي داود في كتاب الشريعة من طريق عروة بن ربيم أن عيسى عليه السلام سأل ربه أن يريه موضع الشيطان بن آدم. മനുഷ്യന്മാരെ വക്കൽ നിന്ന് ശൈത്താൻ പ്രവേശിക്കുന്ന മാർഗമുണ്ടല്ലോ, അത് ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ ആള് ചോദിച്ച അതേ കൊലം തന്നെ വന്നു. പക്ഷേ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ പകരം ഇവിടെ ഈസാ അലൈഹിസ്സലാം കുറേ പറഞ്ഞത്. കാല ഫൈദാ ബിറഅസിഹി മിസ്ലുൽ ഹയ്യ, അതിന്റെ തല കണ്ട പാമ്പിന്റെ തല പോലുണ്ട്. വാദിഉ റഅസഹു അലാ തംറത്തിൽ കൽബി, കൽബിന്റെ തംറത്തിന്റെ മേലെ, നമ്മളിൽ തമർത്തുന്ന കൽബിന്റെ. ഫൈദാ ദക്കറൽ അബ്ദു റബ്ബഹു, ദിക്റ തുടങ്ങിക്കഴിഞ്ഞാൽ ഖനസ, അവൻ പിൻവലിക്കും. വൈദാ ഗഫല, ദിക്റിനത്തുണ്ട് ഗഫലത്തായാലോ വസ്വസ ഉണ്ടാക്കും. അപ്പൊ രണ്ട് ഷാഹിദായി. അതെടുക്കട്ടെ. ഇനി മതാ ഖുതിമലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബുവ, എപ്പോഴാണ് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടോ, ജനിച്ചതിന് ശേഷമാണോ, ആണെങ്കിൽ എപ്പോഴാണ്, വഹി നൽകുമ്പോഴാണോ, അതെല്ലാം പറയട്ടെ. മങ്കൂസ് മൂലത്തിൽ ഇസ്തിമലാഖത്തിന് ബൈന ഫഹുവ ഖാതിമുൻ നബിയ്യിന, ആമിന ബീബിന്റെ റിവായത്തിൽ اختلف العلماء هل أنه صلى الله عليه وسلم ولد وعليه خاتم النبوة, ഖാതമുൻ നബുവത്ത് ഉണ്ടായിക്കൊണ്ട് ജനിച്ചതാണോ, അം ഇന്നഹു വലിയ ലഹു ബാദ വിലാദത്തിഹി, തങ്ങൾ ജനിച്ചതിന് ശേഷം പിന്നീട് വെക്കപ്പെട്ടതാണോ. ഫഖീല വുലിദ ബിഹി, അങ്ങനെ തന്നെ ജനിച്ചതാണ് എന്നാണ് ഒരു കൗലി. ഇന്നക ഇബ്നു സയ്യിദുൻ നാസ്, അത് ഹദീസിന്റെ ആളാണ്. ഇബ്നു സയ്യിദുൻ നാസ് ഒരാളുടെ പേരാണത്. പക്ഷേ വറദ്ദഹു ഫിൽ ഫത്ഹിൽ ബാരിയിൽ അത് റദ്ദ് ചെയ്തിട്ടുണ്ട്, മൂപ്പർ സ്വീകരിച്ചിട്ടില്ല. സുമ്മ കാല പറഞ്ഞു വഖ്തലഫൽ ഖായിലൂന ബിസാനി, സാനി ഏതാണ്, ജനിച്ചതിന് ശേഷം വന്ന്, അതിലുണ്ട് ഇഖ്തിലാഫ്.
ജനിക്കുമ്പോൾ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ ഒറ്റ കോലുകൊണ്ട് തീർന്നു, അത് റദ്ദ്. രണ്ടാമത്തെ കോലേതാ ജനിച്ചിട്ട് കുറച്ച് ശേഷമാകുന്ന അവസരത്തിൽ ആമിന ബീവിന്റെ അടുക്കലുള്ളപ്പോഴാണോ, അല്ല നെഞ്ഞു കയറിയപ്പോഴാണോ, അല്ല വഹി നൽകുമ്പോഴാണോ, ഏത് സമയത്താണ്? അതാ പറഞ്ഞു ബിസ്ലാനി അബിയന്നഹു ബുലിയലഹു ബാദിൽ വിലാദത്തി ഫഖീല ഒരു ഖീല ഹീന മുരിദ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന അവസരത്തിലാണ് വലിഅ ലഹു ഖാതമുൻ നബുവ്വത്ത്. വസ്തദല്ലു അലാ ഹദീസ ബിഹദീസിൻ ഒരു ഹദീസ് കൊണ്ട് അവർ തെളിവ് പറഞ്ഞു. പക്ഷേ ഹദീസിന്റെ ഫീഹി നകാറത്തുൻ അത് മുൻകറായ ഹദീസാണ്. അത് മുഹദ്ദിസീങ്ങളുടെ ഒരു ഇസ്തിലാഹാണ്, അത് തള്ളിക്കളയാൻ പിന്നെ ഒരു കാരണങ്ങളാണ്. ഷാദാവുക, മുൻകറാവുക, ഖരീബാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസിന്റെ 65ഓളം ഇനങ്ങൾ വേർതിരിച്ചല്ലോ. അല്ല അതിലെവിടെയും തനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ളത് എന്ന് ആരും സഹിയാക്കിയിട്ടില്ല. പറയുന്നവന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് അതെ എല്ലാം ജനിക്കുമ്പം തന്നെ ഗർഭാശയത്തിൽ തന്നെ ഉണ്ടെന്നല്ലോ ആദ്യത്തെ നിവേദത്തോണ്ട് വന്നത്. ജനിച്ച ഉടനെ. പക്ഷെ ഹദീസ് മുമ്പ് സ്വീകരിച്ചിട്ടില്ല. ആര് ഫത്തുഹുൽ ബാരി ആണല്ലോ, അസ്കലാനി ഇമാമ് അനമലി മുഹദ്ദിസാണല്ലോ. വഖീല ഇന്ദ ശഖ്ഖി സദ്രിഹി നെഞ്ഞ് കയറിയപ്പോഴാണെന്ന് പറഞ്ഞു. പക്ഷെ അതിലുള്ള 4 അല്ലേ. വഹുവ ബി ബനി ബനി സഅദിൻ ബനു സഅദിലെ ഹലീമ ബീവിയുടെ അടുക്കലുള്ളപ്പോഴും. അപ്പം ശേഷമുള്ള 3 പോയി. അതാണ് അതിന്റെ തെളിവ്. قال الحافظ الزرقاني رضي الله عنه شرح المواهب പറയുന്നത് وقطع به القاضي عياض ഖാദി ഇയാദ് തീർത്തു പറഞ്ഞു ജനിച്ചതിന് ശേഷമാണ്. എപ്പോഴാണ്? ഹലീമ ബീവിന്റെ അടുക്കൽ കഴിഞ്ഞു കൊടുക്കുന്ന ശഖ്ഖു സദ്റിന്റെ അവസരത്തിലാണെന്ന് തീർത്തു പറഞ്ഞു. ഇവർക്ക് ഖിലാഫില്ല, ശിഫായിലേക്ക്. വഖാലൽ ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു അതാണ് കൂടുതൽ സുബൂത്തുള്ളതും. അപ്പോൾ ഫത്ഹുൽ ബാരി അംഗീകരിച്ചു. വഖീല ഇന്നഹു ഇൻദൽ മബ്അസി വഹ്യ നൽകപ്പെടുന്നുണ്ടല്ലോ. ആ അവസരത്തിലാണ് ലിമാ തഖദ്ദമ ഫീ ഹദീസ് ആയിഷ ബീവിന്റെ റിവായത്തിലുണ്ട് ഫീ വഖതമ ഫീ ലഹരി ഹത്താ വജദതു മസ്സൽ ഖാതമ ഫീ ഖൽബി വഖാല ഇഖ്റ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. നമ്മൾ ഇന്നും കഴിഞ്ഞ പ്രാവശ്യം ദഹലാൻ ഓതിയിട്ടുണ്ട്. ഇത് ആയിഷ ബീവിനോട് പറഞ്ഞു കൊടുത്താണല്ലോ, എൻ്റെ ബഹറിൽ സീല് വെച്ചു. അപ്പം ആ ഖാത്തമിൻ്റെ അത് എനിക്ക് അറിയപ്പെടുന്നുണ്ട് എൻ്റെ കൽബിൽ. എന്നിട്ടാണ് ഇഖ്റ ബിസ്മി ഇറങ്ങിയത്. വഖീല ഇന്നഹു ലൈലത്തുൽ മിഅ്റാജിലാണെന്ന് വേറൊരു ഖീലുണ്ട്. ലിമാ വറദ ഇൻദ അബി യഅല വഇബ്നു ജരീർ വൽ ഹാക്കിം ഫി ഹദീസിൽ മിഅ്റാജ്. മിഅ്റാജിന്റെ ഹദീസ് മിൻ ഹദീസ് അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഖാലൽ ഹാഫിദ് സുർക്കാനി പറയുന്നു വതരീഖുൽ ജംഇ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടൽ എങ്ങനെയാന്ന് അന്നൽ ഖത്മ തകററ സലാസ മർറത്തിൻ 3 വട്ടം ഖത്മ ഉണ്ടായിരുന്നു നോക്ക്. ഫീ ബനി സഅദി 1, ഫീ സിഗരിഹി സുമ്മ ഇൻദൽ മബ്അസി സുമ്മ ലൈലത്തുൽ ഇസ്റാ. അപ്പോൾ 3 സംഭവങ്ങളാണ്. കമാ ദല്ലത അലൈൽ അഹാദീസു. അപ്പോൾ ഹദീസ് നമുക്ക് അറിയിച്ചു എന്ന് തള്ളിക്കളയാൻ പറ്റുന്നില്ലല്ലോ, ഓരോരുത്തർക്ക് തെളിവുണ്ടല്ല. അതന്നെ എങ്ങനത്തെ ഹദീസ് സ്ഥാപിത അംഗീകരിക്കാവുന്ന ഹദീസുകളെന്ന് അറിയിച്ചു. അപ്പം അതുകൊണ്ട് തള്ളാൻ പറ്റൂല. ഖാല വലാ ബഅസ ബിഹാദൽ ജംഇ ഇത് നല്ലൊരു ജംആണ്. എങ്ങനെ 3 സമയത്തിന് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് 3 സമയം ഖാത്തമുണ്ട്. ഫഇന്ന ഫീഹി ഇമാനുൽ അഹാദീസി കുല്ലിഹ മുഴുവൻ ഹദീസുകളും നമ്മൾ നടപ്പിൽ വരുത്തിയല്ലോ. എന്തുകൊണ്ട്? ഇത് ലാ ദാഇയ ഇലാ റദ്ദി ബഅദിഹ ഒന്നിനെ തള്ളിക്കളയാൻ നമുക്ക് തെളിവില്ല. വഹിമാലു ബാദിഹ ചിലതിനെ തള്ളലും ചിലതിനെ അമൽ ചെയ്യിപ്പിക്കലും. എന്തുകൊണ്ടാണെന്ന് സിഹത്തി കുല്ലിൻ മിൻഹ ഹദീസ് എല്ലാം സഹിയായി വന്നിട്ടുണ്ട്. സഹിയായ ഹദീസ് വന്നാൽ എന്താക്കും? അത് ഒന്നേക്ക് ജമ്മാക്കും. ജമ്മാക്കാൻ വേണ്ടി ഒക്കുന്നില്ലെങ്കിൽ എന്താക്കും? പിന്നെ തൂക്കം നോക്കും. അത് ഏതെങ്കിലും രാജിയാക്കാൻ വേണ്ടി സാഹിബുൽ വാഖിയത്തുണ്ടോ, മറ്റേ ആളെ അപേക്ഷിച്ച് വളരെ ബസീറത്തോടു കൂടി നിൽക്കുന്ന ആളുണ്ടോ, ചരിത്രം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് അതെന്താക്കും? മുന്നോക്കം കൊടുക്കും. അപ്പോൾ മറ്റേനെന്താക്കും? തഹ്വീൽ ചെയ്യും. അതാ ഞാൻ പണ്ട് ഉദാഹരണം പറഞ്ഞ ഹജ്ജിന്റെ ഭാവിയിലുണ്ടല്ലോ. എന്താണ് നമുക്ക് മുഹത്തിൽ ചോദ്യം വന്നതിന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹജ്ജാ ചെയ്തിരുന്നു അല്ലേ? ആ ഹജ്ജിന് എന്ത് ഹെറാമായിരുന്നു? ഇഹ്റാമിൽ ഫലയില്ലേ? ഇഫ്രാദാണോ?
ഖിറാനുണ്ട്. എന്തായിരുന്നു എന്ന്. മറ്റൊന്ന് ഒറ്റ ഹെറാമല്ലേ, ദുൽഹുലൈഫയിലെ പള്ളിയിൽ വെച്ച് ഹെറാം കെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു റിവായത്ത്. ബൈദായിൽ വെച്ചാണ് എന്നും റിവായത്തുണ്ട്. ബൈദാ ഒരു പള്ളിയിൽ കെട്ടിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് അല്ലേ. ഇത് ജമ്മാക്കിൻ്റെ കോലം തൊട്ട് ചോദ്യം ഉണ്ടായിരുന്നു. അള്ളാഹു തൗഫീഖോട് മുഹബ നല്ലോണം ഉത്തരവ് മാലിക്കുമാരി ഭാഗത്ത് എഴുതിയ ഉത്തരങ്ങൾ. എന്താണ് പള്ളിയിൽ വെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് മജാസ്? എങ്ങനത്തെ മജാസ്? പരിസര മജാസ്. ഞാൻ പള്ളിയിൽ പോയിട്ട് മുദ്രിച്ചിട്ട് വെച്ചാൽ ഞാൻ ആരും പള്ളി മുദ്രിക്കാറില്ല. പരിസരത്ത് ഒരു ചോളിയിലാണ് വയ്ക്കല്. അപ്പൊ പള്ളിയിൽ വെച്ചിട്ടുണ്ടാക്കി ഹിറാമിന്റെ സുന്നത്ത് നിസ്കാരം സ്കരിച്ചു. അപ്പൊ പള്ളിയിൽ അങ്ങനെ പരിസര മജാസാക്കി അവിടെ നിർത്തുക. ഇനി ശേഷത്തിൽ വാക്കിയുണ്ട് ഒട്ടകപ്പുറത്താണെന്നും ബൈദായിൽ വെച്ചാണെന്നും വേറെ രണ്ട് വാക്കുണ്ട്. ഒട്ടകപ്പുറത്ത് കയറിയിട്ട് എന്താക്കി തൽബിയത്ത് ചൊല്ലി. അപ്പൊ സഹാബികൾ എന്താക്കി കുളിക്കാനും മുത്തളിക്കാനൊക്കെ വിട്ടപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടാതെ ബൈദായിലാണ് ഒരുമിച്ച് കൂടുന്നത്. കുറച്ചാണ് വൈകുമല്ലോ, എപ്പോഴും ഒരേ സമയത്ത് എല്ലാവർക്കും കയറാൻ കഴിയും. അപ്പോഴാ തൽബിയത്ത് കേൾക്കുന്നു. ആ തൽബിയത്ത് കേട്ടാൽ എന്താക്കി ഇപ്പൊ ഹെറാൻ കെട്ടി മനസ്സിലാക്കി. ബൈദ എന്താക്കി ബൈദായിനെ അച്ഛലാക്കി വെച്ചൂടെന്ന്. അന്നേരം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ബൈദാക്കും ഹാദിഹി തക്ദീബൂന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ ഈ ബൈദായിലാണ് തങ്ങൾ ഹെറാം കെട്ടിയെന്ന് കളവായിട്ട് പറയുന്നത്. അപ്പൊ എന്താക്കി ബൈദായിൽ വെച്ച് ഹെറാം കളവായിട്ട് റിപ്പോർട്ടായിട്ട് ഇവര് തങ്ങളുടെ എങ്കിൽ ബൈദായിൽ അച്ഛലാക്കാൻ പറ്റൂല. നല്ലോണം മറന്നു കിട്ടിയതിന് നോട്ടക്കോലി 5 മാർക്ക് കീച്ചു. ഞാൻ ചോദിച്ചേ ഇത് നോട്ടക്കോലിയിലേക്ക് മൈനസ് ഒന്നാണോ 5 മാർക്ക്? ഇത് ജമ്മാക്കിന് വല്ലാത്തൊരു കഴിവാണ്. അതെ, എല്ലാവരും ഒപ്പിക്കണമല്ലോ. എന്താ വൈദേഹി അഷാറ ഷാമി. ഷാമി ഏതാന്ന് മറ്റാൻ സീറത്ത് അതാ ഈ ഫീസറത്തിൽ തന്നെ പറഞ്ഞത് സീറയിൽ പറഞ്ഞു. കാല അമ്മാ റിവായത്തു ബഅദൽ വിലാദത്തി എന്ന് പറഞ്ഞത് ഫളഈഫത്തു. അത് ഹദീസിൽ നക്കാറത്തുണ്ട് എന്നുണ്ട് തള്ളിയില്ലേ. അമ്മ അന്നഹു ഉരിദ ബിഹി ഫളഈഫൻ. അപ്പൊ ഒന്നാമത്തെ കൊലതല്ലേ പറഞ്ഞത്, അതും തള്ളി. എന്നിട്ട് യുത്ലബു ദായിമുഹു ബിദലീലിഹി, എന്നെ അത് അവകാശപ്പെടുന്ന തെളിവ് കൊണ്ടറ്റേന്ന് പറയുന്നാണല്ലേ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇനി ഖാതമുൻ നബുവത്ത് എന്ന് പേര് വന്നത് എങ്ങനെയാണ്? സബബു തസ്മിയത്തി ബി ഖാതമുൻ നബുവത്ത് ഖാലൽ അല്ലാമത്തുൽ ഖുർതുബി വഗൈറുഹു റളിയല്ലാഹു അൻഹു സുമ്മിയ ബിദാലിക ലിഅന്നഹു അഹദുൽ അലാമാത്തിൽ വാദിഹത്തി അല്ലതി യഅരിഫുഹു ബിഹാ അഹ്ലുൽ കിതാബിസ് സാബിഖ. അഹ്ലുൽ കുതുബിസ് സാബിഖ മുൻകഴിഞ്ഞു പോയ തൗറാത്തിന്റെയും ഇൻജീലിന്റെയും അസ്ഹാബിമാരുണ്ടല്ലോ. സഹാബിയല്ല, അതിന്റെ ഉടമകൾ. ഈ ഖാതമുൻ നബുവത്ത് കൊണ്ടാണ് സൽമാൻ ഫാരിസിക്ക് പണ്ട് പറഞ്ഞു കൊടുത്തില്ലേ, ആഫ്രിക്കയിൽ നിന്നല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ 3 അടയാളമുണ്ട്. ഒരടയാളം സദക്ക ഭക്ഷിക്കൂല, രണ്ടാമത്തെ അടയാളം ഹദിയ കൊടുത്താൽ അല്പം ഉപയോഗിക്കും, പിന്നെന്താ ഖാതമുൻ നബുവത്ത് ഉണ്ട്. എന്നാലും സൽമാൻ ഫാരിസി കണ്ടുപിടിച്ചത്. അപ്പൊ അവർക്ക് അറിയാൻ മാത്രമുള്ള അലാമാത്ത് അതിലുണ്ട്. സിഫാത്തിന്റെ കൂട്ടത്തിലുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ കിതാബുകളിൽ അന്ന ബൈന കത്തിഫൈഹി ഖാതമുൻ നബുവ്വ എന്നുണ്ട്. അപ്പൊ അതേ പേരൻ ഇപ്പം പറഞ്ഞു. വലിദാലിക ലമ്മാ അഖബറ ബഅദു റുഹ്ബാനി, ചില റുഹ്ബാനികൾ പറഞ്ഞു കൊടുത്ത് സൽമാൻ അൽ ഫാരിസിയ്യ റളിയല്ലാഹു അൻഹുവിനോട് ബിദുഹൂരിൻ നബിയ്യി ഫിൽ ഹിജാസ്, ഹിജാസിൽ ഒരു നബി പ്രത്യക്ഷപ്പെടും സല്ലല്ലാഹു അലൈഹി വസല്ലം. വവസ്ഫഹു ലഹു, എന്നിട്ട് സൽമാൻ അൽ ഫാരിസിക്ക് പറഞ്ഞു കൊടുത്ത് വഅന്ന മിൻ അലാമാത്തി സിദ്ഖിഹി, സിദ്ഖിന്റെ അലാമാത്തിൽപ്പെട്ടതാണ് അത് ഖബൂലി സദഖത്തി, സദഖ സ്വീകരിക്കൂല, വഖബൂലൽ ഹദിയത്തി, ഹദിയ സ്വീകരിക്കും. രണ്ടെണ്ണയില്ലേ. വഅന്ന ബൈന കത്തിഫൈഹി ഖാതമുൻ നബുവത്ത് എന്ന് പറഞ്ഞു. അതേ പേര് തന്നെ എന്താക്കി ഇപ്പോഴും പറഞ്ഞു. അപ്പൊ സമാവിയായ കിതാബിൽ അതിന്റെ പേരങ്ങനെ കൊടുത്തത് കൊണ്ടാണ്.
فجاء إلى رسول الله صلى الله عليه وسلم തങ്ങളുടെ അടുത്തേക്ക് സൽമാനെത്തി യുഫഹിസു അൻഹാ അതിനെപ്പറ്റി വിശകലനം ചെയ്യാൻ. ഫലമ്മാ റഅൽ ഖാതമ ആമന ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമോടി കണ്ടു നോക്കുമ്പോൾ എന്തായി പിന്നെ അവർക്ക് എല്ലാം ഉറച്ച്. روى الترمذي وأحمد وغيرهما عن بريدة رضي الله عنه قال جاء سلمان الفارسي إلى رسول الله صلى الله عليه وسلم حين قدم المدينة മദീനയിലേക്ക് വന്നപ്പോൾ بمائدة عليها رطب ഒരു സുപ്ര കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഈത്തപ്പഴം വെച്ച്. فوضعت بين يدي رسول الله صلى الله عليه وسلم തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് فقال يا رسول الله പറഞ്ഞു يا سلمان ما هذا ഇതെന്താണ് ഭക്ഷണം ചോദിച്ചത്. قال صدقة عليكم وعلى أصحابك അത് ഒന്നാമത്തെ പരീക്ഷണം. അത് തങ്ങൾക്കും തങ്ങളുടെ കൂടെ അസ്ഹാബിമാർക്കും സദക്കയാണ്. فقال അതെടുത്ത് കൊണ്ടുപോയിക്കോ فإن لا نأكل الصدقة. അത് മുപ്പത് വാക്കാൽ പറഞ്ഞ് മാന കൊണ്ട് റിവായത്ത് ചെയ്ത് എന്താക്കി റിവായത്ത് എടുത്തു വെച്ചത്. സൽമാൻ എടുത്തുകൊണ്ട് പോയി. പിറ്റേന്ന് സൽമാൻ വന്നിട്ട് മിസ്ലിഹി ഒരു പാത്രത്തിൽ ഈത്തപ്പഴമായിട്ട് വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ഫഖാല മാ ഹാദാ യാ സൽമാൻ ചോദിച്ചു. ഫഖാല ഹദിയത്തുൽ ലക എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സമർ ഉബസുത്ത് എന്നാ പിന്നെ അത് വിതരണം ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ഹദിയ സ്വീകരിച്ചു. ثم نظر الى الخاتم ഖാതമിലേക്ക് നോക്കിയെന്ന് അപ്പം തന്നെ നോക്കിയതല്ല. ബക്കയിലേക്ക് വന്നപ്പോൾ ഒരു ജനാസാന്റെ പരിപാടി തങ്ങൾ വന്നപ്പോൾ അവിടെ കാത്തു നിൽക്കുന്നു. അപ്പോൾ തങ്ങൾക്ക് മനസ്സിലായി ഇതെന്തോ അന്വേഷണം നടത്തുന്നുണ്ട്. അങ്ങനെ അല തങ്ങളെ നഹർമ കണ്ടു. ഫആമന ബിഹി ഇനി വകാന റഖീഖൻ ലിൽ യഹൂദ് യഹൂദികളുടെ കീഴിൽ അടിമത്തമുള്ള ആളായിരുന്നു ഇവിടെ. അഥവാ വിശാലമായിട്ട് ഓതിയാൽ എത്രൂട്ടോ അതാ സബബു ദാലിക അന്നഹു കാന ഫീ ബിലാദി ഫാരിസ ബൈന ഖൗമി മജൂസ് മജൂസിയാക്കളായ ഖൗമിൻ്റെ ഇടയിൽ ഫാസിലാണ് മുബർ ജനിച്ചത്. ഫഹറബ മിൻ ബൈനിഹിം അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് വലഹക ബിജമാഅത്തി മിൻ റുഹ്ബാനി ഫിൽ ഖുദ്സ് ബൈത്തുൽ മുഖദ്ദസിലെ റുഹ്ബാനികളൊപ്പം കൂടി. ഫദല്ലഹു അഹദുഹും അലാ ദുഹൂരി നബി അതിൻ്റെ അത്തട ഇടവേള കഴിഞ്ഞു. പോയി 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 ഉള്ളത് മറ്റേ ആഫ്രിക്ക വരെ എത്തിയില്ലേ. ബിഅർദിൽ അറബി അറബി നാട്ടിൽ ഒരു നബി വരും എന്ന്. ഫഖസദൽ ഹിജാസ മഅ ജംഇ മിനൽ അറാബ് ആറാബികളോടൊപ്പം ഒരു കൂട്ടത്തിൽ വന്ന് ഓരോ കയ്യിലുള്ള ആടിനെയും പശുവിനൊക്കെ കൊടുത്തില്ലേ. പക്ഷേ യഹൂദികൾക്ക് വിറ്റതാണ്. അവിടെയാണ് മൂപ്പർ തോട്ടത്തിൽ പെണ്ണെടുത്ത് കൊടുക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് എന്താക്കി മദീനയിലേക്ക് എത്തിച്ചു. മദീനയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. നബി വന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മൂപ്പർ വിറച്ചിട്ട് വീണു പോകുന്നവരെ തോന്നിക്കും. അല്ല കമാഫി ഷുറൂഹി ശമാലി തിർമദി ഇമാമിൻ്റെ ശമാലിൽ സഹ നോക്കിത്തോന്നുന്നു. അപ്പോൾ അബൂ നൈമിനുണ്ട്, എല്ലാത്തിലുണ്ട്. ഇനി ഫസ്തറാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കെടുത്തുന്ന ഈ റിവായത്തിലുണ്ട്. തങ്ങളെ വിലക്കെടുത്തിട്ടില്ലല്ലോ. എന്താക്കിനി മുതലാളിനോട് എന്താക്കുന്നത് ഇത്തക്ക് ചെല്ലാൻ കിതാബത്ത് ഇത്ര സംഖ്യ അടച്ചു തന്നാൽ ചേർത്ത് വെച്ചിട്ട് ഇത്തക്കല്ല തങ്ങൾ വിലക്ക് വാങ്ങിയിട്ടില്ല. പിന്നെ നബി കഥാ വക്കഥാ ദിർഹം എന്ന് പറഞ്ഞത് അതാ പറയുന്നത്. കാലൽ തസബ്ബബ ഫീ കിതാബത്തിൽ യഹൂദി എന്നാണ്. യഹൂദികളായ ഉടമസ്ഥന്മാരുണ്ടല്ലോ അവരോട് മുഖാത്തബത്തിന് കൽപ്പിച്ചു എന്നുള്ള അവ നേരിട്ട് മുബാശറത്തിന്റെ ഫായിലല്ല അതെന്ന് തങ്ങളതിനെ കൽപ്പിച്ചാളാണ്. അപ്പൊ കൽപ്പിച്ചാക്ക് എന്താക്കും നേരിട്ട് ഫായിലല്ലെങ്കിലും ആ ഫായിലാക്കി കൊടുക്കും. അപ്പൊ എന്താക്കും ഫായില് മജാസി എന്ന് പറയും. അതിന് മുഖ്തസല്ല പറഞ്ഞ അമ്പത്തർ റബീഉൽ ബഖല എന്ന് പറയും. മഴ എന്താക്കി വിത്ത് മുളപ്പിച്ചു എന്ന് പറഞ്ഞാൽ മഴ എന്നുള്ള ഒരു സബബിലേക്ക് ചേർക്കും. അതുപോലെ തങ്ങൾ എന്താക്കി മോചന പത്രം എഴുതാനുള്ള സബബായി മാറി. അലാ യഗ്രിസലഹും അവർക്ക് അത് ആ ഷർത്ത് വെച്ചതാരാന്ന് അവരാന്ന് അവർക്ക് നട്ടുകൊടുക്കണം. നഖ്ലൻ ഈത്തബന അതിൻ്റെ ഞാടിപ്പുണ്ടല്ലോ. ഫയഅമല സൽമാനു സൽമാൻ ഫാരിസ് അവിടെ പണിയെടുക്കണം. ഹത്താ യുത്ഇമ അതിൽ നിന്ന് പണം കിട്ടുന്നത് വരെയും പണിയെടുക്കണം. അപ്പോൾ കുറേ കൊല്ലം പിടിക്കും. അപ്പോൾ എപ്പോൾ ഒന്നും ഉണ്ടാകുക എല്ലാം ആവണമെന്നും അവർ അസാധ്യമായ കാര്യമാണ് ഷർത്തിൽ വെച്ചത്.
ഫഗറസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്താക്കി നട്ട് അന്നഖിൽ നട്ട് ഇല്ല നഖലത്തും വാഹിദ ഒന്നൊഴികെ ഗറസഹ ഉമറു അത് നട്ടത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഫഹമലത്തിൻ നഖലു മിൻ അക്കൊല്ലം തന്നെ ഈത്തപ്പന മുഴുവൻ വളർന്ന് കായ്ച്ചു എന്നാ പറഞ്ഞത്. വലം തഹ്മിലിൻ നഖല ആ ഉമർ റളിയല്ലാഹു അൻഹു നട്ടതുണ്ടല്ലോ അത് കഴിച്ചിട്ടുമില്ല. അപ്പൊ ഒന്നിന്റെ കുറവ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ ശഅനു ഹാദിഹി ഇതെന്താ കായ്ക്കാത്തത്? ഖാല ഉമർ തങ്ങൾ പറഞ്ഞു യാ റസൂലല്ലാഹ് അന ഖറസ്തു അത് ഞാൻ നട്ടതാണ്. അപ്പൊ നബുവത്ത് കൊണ്ട് കിട്ടുന്ന ഫായിദ എന്തുണ്ടല്ല വിലായത്ത് കൊണ്ട് കിട്ടിക്കൊള്ളുന്നില്ല എന്ന് കീഴ്കടകയല്ലേ. ഫനസഅഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊരിച്ചെടുത്തിട്ട് വഗറസഹ തങ്ങൾ വീണ്ടും നട്ട് ഫഹമലത്ത് മിൻ അക്കള്ളതിനെ കഴിച്ചു. ഇതൊക്കെ മാന കൊണ്ട് റിവായത്താണ്. നാം എത്രയോ കേട്ടത് കൊണ്ട് അങ്ങനെ മതി. അപ്പൊ കഥാ വകഥാ ദിർഹമൻ എന്ന് പറഞ്ഞത് ബിഅദദിൻ യസ്തമിലു അലൽ ലത്ഫി. ലത്ഫ് എന്ന് വെച്ചാൽ ഇത്ര ഇത്ര കഥാ വകഥാക്ക് അർത്ഥം ഉണ്ടാവില്ല. വലം യുബയ്യിനു ഫീ ഹാദൽ ഹദീസ് ഈ ഹദീസിൽ അതിനെണ്ണം പറഞ്ഞിട്ട് കാണുന്നില്ല. വഫീ ബഅദി റിവായാത്തി അന്നഹു 40 ഊഖിയ 40 ഊഖിയാണ്. അത് ഊഖിയന്റെ മീൻ ഫിദ്ദത്തിലാണോ വഖീല മിൻ ദഹബി സ്വർണ്ണത്തിലാണോ എന്ന് കീലുണ്ട്. വഖദ് ബഖിയ അലൈഹി ദാലിക അത് കടമായിട്ട് ബാക്കിയാണ്. ഈത്തപ്പന കൊടുത്തല്ലോ ഇനി ബാക്കി എന്താക്കണം? 40 ഊഖിയ. ഹത്താ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമിസ്ലി ബൈനത്തി ദുജാജ് മിൻ ദഹബിൻ ഒരു കോടിമുട്ടന്റെ അളവിലുള്ള സ്വർണം തങ്ങളുടെ അടുക്കിലേക്ക് എത്തി. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ ഫഅലൽ ഫാരിസിൽ മുകാത്തബ് ആ മുകാത്തബായ ഫാരിസി എവിടെ? ഫദുആ അവരെ വിളിച്ചു. ഫഖാല ലഹു ഖുദ്ഹാ ഫഅദ്ദിഹാ മിമ്മാ അലൈക് എന്താക്ക് ഇത് കൊടുത്തിട്ട് കടം വീട്ടിയെന്ന്. ഇതെന്താ അവർ പറഞ്ഞു 40 ഊഖിയ. അതാ പറയുന്ന കാല സൽമാൻ പറഞ്ഞു ഫഅയിന തഖഅഹി മിമ്മാ അലയ്യ അത് തങ്ങളോട് പറഞ്ഞതല്ല. തങ്ങളോട് പറയുമ്പോൾ ആദത്ത് കൊണ്ട് എത്രാന്ന് പറയല്ലോ. ആദത്ത് കൊണ്ട് എത്ര എന്ന് പറഞ്ഞാൽ എന്താക്കും നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ആദത്തന്നെ ആയിക്കോട്ടെ. അല്ല ഞാൻ പറഞ്ഞേ പെന്തൽ മണ്ട വസീലയില്ലെന്ന് അങ്ങനെ ഇല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. നബിതങ്ങൾ ചോദിച്ചിട്ടില്ലേ ആട്ടിന്റെ കുറയും എടുക്കുന്നത് ഒന്നും കൂടെ എടുക്കുന്നത് ഇപ്പം 2 കുറല്ലാണ്ട് 3ാമത്തെ ഉണ്ടാവും ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ പറയും തോറും കിട്ടുമായിരുന്നു. അതാണ് യൗലാക്കന്മാരുടെ വാക്കിന് എത്ര എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ളതും പോകും. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്ഹാ പിടിച്ചോ ഫഇന്നല്ലാഹ സയുഅദ്ദി ബിഹാ അൻക അതുകൊണ്ട് കടം മുഴുവനും വിട്ടാൻ കഴിയും. ഫഅഖദ്തുഹാ ഫവസൻതു ലഹും മിൻ 40 ഊഖിയ 40 ഊഖിയ തൂക്കി കൊടുത്ത് വൗഫൈതുഹും ഹഖഹും ഫഅതഖ സൽമാൻ ഇതഖായി ഇത് വിശാലമായി എത്രയോ തവണ കേട്ടു. ഇനി ومن ذلك ما ورد في قصة بحيرة أو بحيرة അവിടത്തേക്ക് ഷാമിലേക്ക് പോകുന്ന ബഹീറയാണോ നിസ്തുറ പറയുന്നുണ്ട്. അവിടെ വായിക്കേണ്ടത് ബുഹൈറ എന്നാണോ ബഹീറ എന്നാണോ? അറാഹിബാണ്. ومعرفته بالنبي صلى الله عليه وسلم بسبب خاتم النبوة ഖാതമുൻ നബുവത്ത് കൊണ്ടാണ് മൂപ്പർ തങ്ങളെ അറിഞ്ഞത്. അതാണ് അൽ മുഖബർ അൻഫിൽ കുതുബി സാബിഖ മുൻകഴിഞ്ഞു പോയ കിതാബിൽ പറയപ്പെട്ട ഖാതമുൻ നബുവത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് വഹീറക്ക് തങ്ങളെ തിരിഞ്ഞത്. ദറബത്തുർമദി അന്നബി മൂസ റളിയല്ലാഹു അൻഹു ഖാല ഖറജ അബൂ താലിബ് ഇല ശാം അബൂ താലിബ് മുതാഫിലെ ഷാമിലേക്ക് പോകുന്നു. വഖറജ മഅഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പോകുന്നു. ഖുറൈശികളിൽപ്പെട്ട കുറെ ശേഖന്മാരുണ്ട്. ഫലമ്മാ അഷ്റഫു അലൽ റാഹിബി ബഹീറ എന്ന അദ്ദേഹത്തിന്റെ അടുക്കലെത്തിയപ്പോൾ ഹബത്തു ഫഹല്ലു റിഹാലഹും ഈ യാത്രക്കാർ എന്താക്കി അവർ ഇറങ്ങി അവരുടെ കട്ടെല്ലാം താഴെ വെച്ച് റെസ്റ്റ് എടുക്കാൻ. ഫഖറജ ഇലൈഹിം റാഹിബ പുറത്തു വരുന്നു. വഖാനു ഖബല ദാലിക യമുറൂന ബിഹി അതിന്റെ മുമ്പും അങ്ങനെ പോകാറുണ്ട്. പല യഖ്റുജു ഇലൈഹി ഇങ്ങനെ ബഹീർ ഇറങ്ങൂല. ഇതിൽ നബി ഉള്ളതുകൊണ്ട് ഇറങ്ങിയത്. ഖാല ഫഹും യഹുല്ലൂന റിഹാലഹും അവരുടെ വാഹനങ്ങളൊക്കെ കെട്ടയിച്ച് താക്കുന്ന അവസരത്തിൽ ഫജഅല യതഖല്ലലുഹും റാഹിബ് വന്നിട്ട് ഇങ്ങനെ പരതേൻ മൂപ്പറ മനസ്സിലൊരാളുണ്ട്. ഐ യംശി ബൈനഹും വയത്ലുബു ഫീ ഖിലാലിഹിം ശഖ്സൻ
ഏതോ ഒരു വ്യക്തി അദ്ദേഹം പരിധി നടക്കും. അങ്ങനെ എത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപിടിച്ചു. വഖാല ഹാദാ സയ്യിദുൽ ആലമീൻ, അദ്ദേഹം പ്രഖ്യാപിച്ചു ഹാദാ റസൂലു റബ്ബിൽ ആലമീൻ യബ്അസുഹു റഹ്മത്തൻ ലിൽ ആലമീൻ യബ്അസുഹു അല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ പ്രഖ്യാപിച്ചു. അപ്പൊ അഷിയാഖ് ഖുറൈശ് എന്ന് പറയുന്ന ഓർക്കൊന്നും കിട്ടിയില്ലല്ല. ഫഖാലല്ലോ അഷിയാഖ് ഖുറൈശ് ചോദിച്ചു മാ ഇൽമുക, നീക്ക് എങ്ങനെ തിരിഞ്ഞു? കൂടെ ഉണ്ടാക്കൊന്നും തിന്നിട്ടില്ലല്ലോ. മാ സബബു ഇൽമിക ബിദാലിക്, ഇത് അവസാനത്തെ നബിയാണെന്നും റഹ്മത്തുൽ ലിൽ ആലമീൻ ആണെന്നും റസൂലാണെന്നൊക്കെ നീക്ക് എങ്ങനെ തിരിഞ്ഞ്? ഫഖാല റാഹിബ് പറയുന്നു ഇന്നകും ഹീന അശ്റഫ്തും മിനൽ അഖബ, ആ മലച്ചെരുവിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയില്ലേ, ലം യബ്ക ശജറുൻ വലാ ഹജറുൻ ഇല്ലാ ഖർറ സാജിദാ, തങ്ങൾക്ക് വേണ്ടി സുജൂദ് ചെയ്യാത്ത ഒന്നിനെയും ബാക്കിയായിട്ട് അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കും. ആ വരുന്ന ഡേറ്റും സമയമെല്ലാം ആദ്യം പഠിച്ചു വെച്ചിട്ടുണ്ട്. വലാ യസ്ജുദാനി ഇല്ലാ നബിയ്യിൻ, കല്ലോ മരങ്ങളോ സുജൂദ് ചെയ്യണമെങ്കിൽ ആ മസ്ജൂദ് ലഹു ഉണ്ടല്ലോ, അത് നബിയായിരിക്കണം. വഇന്നി യഅരിഫുഹു ബിഖാതമിൻ നബുവത്ത്, കൊണ്ട് ഞാൻ തങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. എവിടെ? അസ്ഫല മിൻ ഖുദൂഫി കത്ഫിഹി മിസ്ല തുഫാഹത്തി, ഖുദൂഫേതാണ് നേരത്തെ പറഞ്ഞ ഇത് തന്നെ, അതിൽ തുഫാഹത്ത് പോലെ. അപ്പം മുമ്പ് പറഞ്ഞ ഉമ്മന്റെ മറ്റൊരു ഉപമയെ, പക്ഷെ അദ്ദേഹം കണ്ടിട്ടല്ല, തൗറാത്ത് വായിച്ചിട്ട്. റുഹ്ബാനാകുമ്പോൾ ഇന്ത്യയിലായിരിക്കണം. റുഹ്ബാനും അഹ്ബാറല്ലേ യഹൂദികളിലുണ്ടായാല്. പിന്നെ ഉടനെ ബെർക്കേക്ക് പോയിട്ട് ഫസനഹ ലഹും തആമൻ, അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി. ഫലമ്മാ അതാഹും ബിഹി മകാനഹുമ, അവർ എന്താക്കി? എല്ലാവരും പോയി അടുത്തേക്ക് തങ്ങളെ ഇത് നോക്കാൻ, സാധനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ കാവലാക്കി. ശരിക്കും തന്നെ തക്കാലായിരിക്കാന്ന് തങ്ങൾക്കാന്ന് അല്ല. വകാനഹു ഐ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റഖിയത്തിൽ ഇബിൽ, ഒട്ടകത്തിനെ നോക്കുന്ന പരിപാലിക്കുന്ന സ്ഥലം. ഫഖാല, ഉടനെ റാഹിബ് പറഞ്ഞു അർസിലു ഇലൈഹി, അവരെങ്ങ് വിളിക്ക്. ഫഅഖ്ബല, അപ്പൊ തങ്ങൾ മുന്നിട്ട് അലൈഹി ഗമാമത്തുൻ തുദില്ലുഹു, തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നൊരു മേഘമാണ് കാണുന്നത്. ഫലമ്മാ ദനാ മിനൽ ഖൗമി, ഖൗമിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ വജദഹും ഖദ് സബഖൂ ഇലാ ഫൈഇ ശജറത്തി, മരത്തിന്റെ നിഴലിലേക്ക് എല്ലാവരും നേരത്തെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബൈലാവാക്കിയുള്ളത് അവിടെ കസേരയും പന്തലൊന്നും ഇല്ലല്ലോ. ഫലമ്മാ ജലസ, തങ്ങൾ ഇരുന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മാല ഫൈഇ ശജറത്തി അലൈഹി, മരത്തിന്റെ തണലിലേക്ക് തങ്ങളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് വന്നു. ഫഖാല, റാഹിബ് പറഞ്ഞിൽ ഖൗമി ഉൻദുറൂ ഇലാ ഫൈഇ ശജറത്തി മാല അലൈഹാ, നിങ്ങളെല്ലാം നോക്ക്, അവരുടെ മേലേക്ക് വേഗം മരം ഇത് തന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഫഖാല, എന്നിട്ട് അൻഷുദുകുമുല്ലാഹ അയ്യുക്കും വലിയുഹു, ഇദ്ദേഹത്തിന്റെ വലിയ ആരാണ് എന്ന് ഞാൻ അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്താ ചോദിക്കുന്നു. ആരാ വലിയ? ഐ ഖരീബുഹു ഖാലു, അബൂ താലിബാണെന്ന് മറുപടി പറഞ്ഞു. അവിടെ ലാഹിൽ അങ്ങനെയാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഫലം യസൽ യുനാശു, ഞാൻ നിങ്ങളോട് സത്യം ചോദിക്കുന്നു, ആരാണ് ഇദ്ദേഹത്തിന്റെ വലിയ? ഐ യുനാശിദ് അബൂ താലിബിനോട് വീണ്ടും വീണ്ടും ചോദിച്ചു. അത്താർ അബ്ദം അബൂ താലിബ്, അബൂ താലിബ് മറുപടിയും പറഞ്ഞു അല്ലേ. പക്ഷെ അബൂ താലിബ് നേരെ ഉപ്പയല്ലോ. അതാ ആദൻ നബി സല്ലല്ലാഹു അലൈഹി, അതാണ് തീർന്ന്. എന്നിട്ടോ അബൂ താലിബിനോട് വസീയത്ത് പറഞ്ഞെന്താന്ന്? ഇലാ മക്കത്ത ഖൗഫൻ അലൈഹി മിനർ റൂമി അൻ യഖ്തുലൂഹു, റോമക്കാരുണ്ട് അവിടെ കാത്തിക്കുന്നത് എന്നോട് കൊല്ലാൻ വേണ്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് മടങ്ങിപ്പോയതിന് ശേഷമല്ലേ വന്ന് അന്വേഷിക്കല്. എന്നിട്ട് ബഹീറ എന്നല്ല ഉദർമറിന് മറിച്ചേക്കിയിട്ടുണ്ടോ മൂപ്പർ ചുരുക്കി ആ ഞെക്കത്തുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ബിലാലിനെ അയച്ചു എന്നാണ്. അവിടെ പരിഷ്കാരം വന്നു. ബിലാൽ തങ്ങൊന്നും ജനിച്ചിട്ടും കൂടിയില്ല. അതെ, അത് മുമ്പ് ഉണ്ട്. റാഹിബ് കൊടുത്തയച്ച് മിനൽ കഅക്കി വസ്സൈത്ത്, കേക്കും സൈത്തും പണ്ട് ഖദീജ ബീബി ഒരുക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ അതുപോലത്തെ. തിർമിദി ഇമാം പറയുന്നു ഹദീസുൻ ഹസനുൻ ഗരീബുൻ, ഹദീസുൻ ഹസനാകുമ്പോൾ തെളിവിന് വെച്ച് ഹദീസായി. പക്ഷെ ഗരീബ് ആകുമ്പം ആടെ ഒരു ഇഷ്കാല് വന്നു അല്ലേ. ഖാലൽ ഇമാമുൽ ജസരി പറയുന്നു ഇസ്നാദുഹു സഹീഹുൻ, ഇസ്നാദ് വളരെ സഹീഹാണ്. വരിജാലുഹു റിജാലു സഹീഹൈനി, മുത്തഫഖുൻ അലൈഹി, ആ റിജാലിന്റെ ആളാണ്. ഒന്നിനെങ്കിലും വെക്കുന്നുണ്ട് അല്ലേ.
പക്ഷേ അതിലെന്തായി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ബിലാലിനെ അയച്ചു എന്നുള്ള ചർച്ച വന്നിട്ടുണ്ട്. അത് കൊടുക്കുന്നില്ല. ഹദീസിന്റെ ഒരു തറഫ് തള്ളിക്കളയണം എന്ന് പറയും. കാരണം ഗൈറു മഹ്ഫൂദ് വഅദ്ദഹു അയിമ്മത്തുനാ വഹമൻ. അതെന്താണ് നമ്മളെ ഇമാമുകൾ വഹമിൽപ്പെട്ടതായി വേറെ ചരിത്രത്തിന്റെ ബാക്കി കയറി കൂടി പോയതാണ്. ഹദീസ് കൈകാര്യം ചെയ്യുന്ന അഷ്ടമില്ല അതാ. എന്നിട്ടോ ബഹുവ കഥാലിക്ക് മൂപ്പറിന് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ തന്നെ ബഹുമാണ് ആരെന്ന് അബ്ദുൽ സിറാജുദ്ദീൻ. അത് ഒരു കുട്ടിക്കാലത്തിന്റെ ഹദീസാന്നല്ലേ പറയുന്നത്. നിങ്ങൾ അബ്ദുൽ സമീഅനീസ് പറഞ്ഞല്ലോ കുട്ടിക്കാലത്ത് ഇന്റർവ്യൂ പരീക്ഷയ്ക്ക് ഫസ്റ്റ് മാർക്ക് വാങ്ങിയത്. എന്നിട്ട് ഒരു ഹദീസിന് ശറഹ് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മു സറഹിന്റെ ഹദീസ്, ഉമ്മു സറഹിന്റെ കട്ടയിക്കാൻ ഒരു ഭാഗത്തൊന്നും കഴിയില്ല. അത് ഭാഷ ഭയങ്കരമാണ്. അതുകൊണ്ട് അയറാബികളായ ഭാഷ ഒരു കിസ്സെടുത്ത് അങ്ങനെ ആകാൻ കാരണം ഫൈന സിന്നൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എത്ര 12 വയസ്സാണ് അല്ലേ? അപ്പൊ സിദ്ദീഖ് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടാവും? 10 വയസ്സുണ്ടാവും. 2 വയസ്സ് കുറച്ചോ അല്ലെ 9.5 വയസ്സ്. അപ്പൊ അങ്ങനെ 9.5 വയസ്സുള്ള ഒരു കുട്ടി ബിലാൽ തങ്ങൾ എങ്ങനെ അയക്കുന്ന ചോദ്യം. അതുകൊണ്ട് ഒരു തെറഫ് അങ്ങനെ കുടുങ്ങിപ്പോയത് കൊണ്ട് ബാക്കിയെല്ലാം തള്ളണം എന്നപ്പം വരില്ല. അബൂബക്കർ അസ്ഗറു മിൻഹു ബിസനത്തൈൻ, 2 വയസ്സ് കുറവാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അപ്പൊ എത്ര 10. വബിലാലുൻ, അപ്പം ബിലാലോ ലഅല്ലഹു ലം യകും വലിദ ഫീ ദാലിക്കൽ വഖതി, ആ വഖത്ത് ജനിച്ചിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെ തങ്ങളൊപ്പയക്കല്? കമാഫിൽ മിർഖാത്ത്, മിർഖാത്ത് എന്ന മിഷ്കാത്തിന്റെ ശറഹ്. അതുകൊണ്ട് ഹദീസ് ബഅസമഹു അബൂബക്കർ എന്ന് പറഞ്ഞത് ഒഴിവാക്കുക. وقال الحافظ ابن حجر في الإصابة അസ്ഖലാനിയാണ് അൽ ഹദീസു റിജാലുഹു സിഖാത്ത്, അതിനെ റിപ്പോർട്ട് ചെയ്തവർ വളരെ യോഗ്യന്മാരാണ്. വലൈസ ഫീഹി സിവാ ഹാദിഹിൽ ലഫ്ള, ഈ ലഫ്ള് അല്ലാത്ത വേറൊന്നുമില്ല. ദിക്റു അബീബക്കർ വബിലാൽ. അപ്പൊ ഫയഹ്തമിലു അന്നഹ മുദ്റജത്തുൻ ഫീഹ, അതെവിടുന്നോ കടന്നുകൂടിയതാവാനാ സാധ്യത. മുൻഖത്തിയത്തുൻ മിൻ ഹദീസിൻ ആഖറ, അത് മറ്റൊരു ഹദീസിന്റെ വാക്യത്തിൽപ്പെട്ടതായിരിക്കും. അത് വഹമൻ മിൻ ആഹിദി റുവാത്തിഹി, അതിനെ റിവായത്ത് ചെയ്താക്കുന്നത് വഹമ പറ്റിപ്പോയി. തങ്ങളെന്ത് ദിനം പ്രശ്നമുള്ളൂ. ഹൗല ഖുലുഖിഹിൽ അലീമി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ സ്വഭാവ മഹിമയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഒറ്റ ആയത്തിൽ ഇതുണ്ട്. 12 കിതാബുണ്ട്, കൊടുത്തിട്ടുണ്ട്. വായിച്ചാൽ തീരൂലെന്ന് വെച്ചിട്ട് തുടങ്ങാതെ. ഫി മകാരിമി അഖ്ലാഖി റസൂലിൽ കരീം, അതിൻ്റെ കിതാബിൻ്റെ ഫുൾ പേജ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم وما أنت بنعمة ربك بمجنون. റദ്ദാണ് ഇവിടെ وإنك لعلى خلق عظيم. എന്തുകൊണ്ട്? മാനസിക രോഗിയാണ്, ഭ്രാന്ത് അല്ല എന്ന് പറഞ്ഞു അല്ലേ? ഭ്രാന്താണെങ്കിൽ കൊടുക്കുന്ന മുക്കുള്ളല്ലോ, എപ്പോഴും സ്വഭാവ ദോഷമാണെങ്കിൽ കുഴപ്പമുണ്ടായില്ലേ. അഖസമല്ലാഹു തആല, ഇത് മുമ്പ് എഴുതിയിട്ടുണ്ടെന്ന്. അഖസമല്ലാഹു തആല തങ്ങളെ അക്കല് വ്യാഖ്യാനിച്ച അവസരത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ബിനൂൻ, നൂന് കൊണ്ട് സത്യം ചെയ്തു. എന്തായി നൂന്? വഹുവൽ മദദുൽ ഇലാഹിയുൽ ഫയ്യാദ്, അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് ഇലാഹിയായ മദദിന്റെ ചൊരിയലിന് തൊട്ട് ഇബാറത്താണ് ഇത് നൂൻ. അല്ലദീ മിൻ ഇസ്തിംദാദുൽ ഖലമിൽ അലൽ മുസ്തഫീദ്, ആ ഫൈദിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഒരു ഖലമുൽ അഅല ഉണ്ട്, അതിൻ്റെ മേലെ ഖലമിനോടാണ് എഴുതാൻ പറയുന്നത്. അപ്പൊ അതിനകത്തൊരു ഫഹമും കൈമൽ ഉണ്ടാണ്ടേ. വല്ലിമാ വഹുവ അവ്വലു മാ ഖലഖല്ലാഹു തആല, അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചത് അതാണ്. കമാ വറദ ഫിൽ ഹദീസിൽ ലദീ റവാഹു തിർമിദി വൽ ഇമാമു അഹ്മദു, തങ്ങൾ
عن عبادة بن الصامت رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن أول ما خلق الله القلم എന്ന് പറഞ്ഞു. അപ്പം നൂറാന്നില്ല, നൂറിന് ശേഷം വന്നു. فقال له اكتب, കലമിനോട് പറഞ്ഞ് എഴുത്. അപ്പോൾ കലമിന് എഴുതാൻ അറിയാം. അപ്പം അത് ആ പറച്ചലാണ് ഇൻഷാഖാണ്. ആ മദത് ചൊരിഞ്ഞു തരും, എഴുതിക്കും. قال يا ربي وما اكتب, എന്താണ് എഴുതേണ്ടത്? قال اكتب ما هو كائن الى يوم القيامة, വരെ ഉണ്ടാകുന്ന സംഭവങ്ങളെല്ലാം എഴുതിക്കോ എന്ന് പറഞ്ഞു. ഇനി അടുത്തത് ثم أقسم سبحانه وتعالى, അതിൻ്റെ കൂടെ സത്യം ചെയ്ത് പറഞ്ഞു بجميع ما تستره الملائكة, മലായിക്കത്തുകൾ എഴുതാറുള്ള മുഴുവൻ കൊണ്ടു. അതാണ് വമാ യസ്തുറൂനാണ് ദമീരെടുത്തേക്ക് നൂൻ വലക്കാവി, വമാ യസ്തുറൂനാണ് ദമീരെടുത്തേക്ക് ഒന്നിക്കിൽ മലായിക്കത്ത്, അല്ലെങ്കിൽ വമാ യസ്തുറുൽ മുസത്തിറൂൻ, എഴുതാനുള്ള ആളെ എഴുതുന്നത്. അപ്പൊ ഖിയാമത്ത് നാളെ വരെ എഴുതുന്നുണ്ടാവും. എന്നിട്ടോ മാ അൻത യാ മുഹമ്മദു അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം, തങ്ങളല്ല മാ നബിയനെ അതാ ബി മജ്നൂൻ അപ്പുറം പറയുന്നതാണ്. മജ്നൂനല്ല. അപ്പൊ മജ്നൂൻ അല്ലാത്തത് എന്തുകൊണ്ട്? ബി ഫാദിലി നിഅമതി റബ്ബിക അലൈക ബിന്നുബുവത്തി വരിസാല, നബുവത്ത് റിസാലത്ത് എന്നീ ഉന്നതമായ പദവി കൊണ്ട് തങ്ങൾക്ക് നിഅമത്ത് ചെയ്ത അക്കാരണത്താൽ മജ്നൂനല്ല. കാരണം മജ്നൂനായാൽ ഇതൊന്നും അർഹതയില്ല, തക്ലീഫ് തന്നെ ഇല്ല. കാരണം ലിഅന്ന മവാഖിഫ റിസാലത്തിക, റിസാലത്തോടെ ചുരുട്ടിവെക്കലല്ലോ. മുമ്പ് പറഞ്ഞില്ലേ എന്തെല്ലാം തരം ജനങ്ങൾ ഇവിടെ ഉമ്മത്തിലുണ്ട്, എന്തെല്ലാം അഖീദക്കാരുണ്ട്, എന്തെല്ലാം ആചാരാനുഷ്ഠാനക്കാരുണ്ട്, എന്തെല്ലാം സ്വഭാവക്കാരുണ്ട്. ഇവരെല്ലാം പിടിച്ചിട്ട് എവിടെ കൊണ്ടുവരണോ? മുസ്തഖീമായ പാതയിൽ. ഇഫ്രാത്തും വേണ്ട, തഫ്രീത്തും വേണ്ട. ശരിയാ പണിയാന്നാ വിചാരിക്കുന്നു. لأن مواقف رسالتك ودعوتك الحكيمة وشريعتك المستقيمة هي في أعلى درجة العلم والحكمة. علمിന്റെയും ഹിക്മത്തിന്റെയും ഉന്നതമായ ദർജയിലിരിക്കവേ എന്താകൂല. فكيف تصبر هذا ويلتقي مع قوله في مجنون, തങ്ങളെ കൗലിൽ ഓറ് പറഞ്ഞ വിഷയത്തിൽ മജ്നൂൻ എന്ന് പറഞ്ഞതും തങ്ങൾക്ക് നൽകപ്പെട്ട കൊണ്ട് നോക്കിയാൽ യോജിക്കുന്ന സാധനയല്ല. എന്ത് പറഞ്ഞാലും വൈരുദ്ധ്യം കാണും. തങ്ങൾക്ക് ആരോ ട്യൂഷൻ വെച്ചിട്ട് രാത്രി ക്ലാസ് എടുത്ത് കൊടുക്കുന്നു. ആരാന്ന് പരിധി പിടിച്ച് നോക്കുമ്പോഴേക്ക് അറബ അറിയാത്തവരാണ്. ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ വണ്ടി എടുത്തിട്ട് അങ്ങ് കണ്ടപ്പോൾ കോഴിക്കോട്ടേക്ക് പോയി എന്ന് പറഞ്ഞ മതി ചെയ്യും. അങ്ങനെ ബഹുമുണ്ട് പറയല്ല. ഞാൻ പുതിയൊരു വണ്ടി വാങ്ങിയിട്ടുണ്ടെന്നും ഞാനിങ്ങനെ ഓടിച്ചു പോകുന്ന കണ്ടെന്ന് ചില ആൾ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ വെച്ചാൽ നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് അത്ര പൈസൻ്റെ വണ്ടിയൊന്നും ഓടിച്ചു പോകുന്നുണ്ട്. എനിക്ക് ഓടിക്കാൻ പോയിട്ട് അവിടെ കയറി ഇരിക്കാൻ പോലും അറിയില്ല. പക്ഷെ മൊബൈൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇരിക്കുമോ? ഇരിക്കുന്ന ആൾ ഓടിക്കുന്ന ആളല്ലല്ല. മുജാവറത്തിൻ്റെ വലാസില്ല. ബലിൽ മജ്നൂൻ ഹുവല്ലദീ യുത്തഹമു സാഹിബൽ ഇൽമി വൽ ഹിക്മത്തി വൽ ഫഹമി ബിൽ ജുനൂൻ. ഇവിടെ മജ്നൂൻ ആരാന്ന്? ഇത്ര വലിയ ഇൽമും ഹിക്മത്തും ഫഹമും ഉടയ മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിദ്ധരിച്ചോടിക്കാണ് ജുനൂൻ. അതായത് പറയാതെ മന്ത് മറുകാലില്ല എന്ന് പറഞ്ഞില്ല, തിണ്ടില്ല. ബലിൽ മജ്നൂനു ആര്? ഹുവ, അവനാണ്. അല്ലദീ യത്തഹിമു സാഹിബൽ ഇൽമി വൽ ഹിക്മത്തി വൽ ഫഹം, ഇൽമിന്റെയും ഹിക്മത്തിന്റെയും ഫഹമിന്റെയും സാഹിബായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുനൂന് കൊണ്ട് സംശയിക്കുന്ന ഓനിക്കാണ് ഭ്രാന്ത്. മറ്റൊരു നിങ്ങളെ സാഹിബ് അമ്മാ സാഹിബിക്കും ബി മജ്നൂൻ, അതിനെ സാഹിബ് എന്ന് പറഞ്ഞാൽ എത്ര കാലമായി നിങ്ങളെ ഒന്നിച്ചു നടക്കുന്നത്? ഇതുവരെ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഇല്ല ചിന്തിച്ചില്ലേ? ഇപ്പൊ പറയാൻ കിട്ടില്ല. 40 കൊല്ലം കഴിയണം. അപ്പൊ അത്രയും ഫഹമില്ലാത്ത കൂട്ടല്ലേ പറയുന്നത്. അതിനെ പിൻപറ്റാൻ വേണ്ടി കുറെ ഇപ്പോഴത്തെ ഓരോ വായ്പത്തുണ്ട്. وإن لك يا رسول الله صلى الله عليه وسلم لهذا التحمل والصبر.
അതാ ഈ പറയുന്ന ആക്ഷേപങ്ങളുമെല്ലാം സഹിക്കുന്നുണ്ട്, അതിന് സബൂറും ചെയ്യുന്നുണ്ട്. അല അതാഹും അവരുടെ ശല്യത്തിന്. എന്താ ശല്യം? ബിൽ കൗലി വഫീൽ, കൗല് കൊണ്ടുണ്ട് ശല്യം, ഫേല് കൊണ്ടുണ്ട്. ഒരിക്കലും മുടങ്ങിപ്പോകാത്ത പ്രതിഫലം എപ്പോഴും തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തങ്ങളെ പദവി അറ്റങ്ങത്ത് നീല. ഇനി وإنك يا رسول الله في الأخلاق السامية التي علوت قمتها وانتهيت إلى ذروتها إنك حقا لعلى خلق عظيم. ചെയ്തു ഉന്നതമായ സ്വഭാവത്തിന്റെ വിഷയത്തിൽ അതിന്റെ ടോപ്പിലേക്ക് തങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി അതിന്റെ അപ്പുറം ഒരു പദവിയില്ലാത്ത ദീർഘത്ത് അതിന്റെ കുടമുടിയിലേക്ക് എത്തിയപ്പോൾ ഇന്നക ഹഖൻ ലഅലാ ഖുലുഖിൻ അളീം ഫഹുവ അളീമുൻ ഫീ കുല്ലി നാഹിയത്തിൻ മിൻ നവാഹിൽ അഖ്ലാഖിൽ കാമില. മഹത്തരങ്ങളായ അഖ്ലാഖിന്റെ ഭാഗത്തിൽ കൂടിയും തങ്ങൾ ഉന്നതരാണ്. ഫഹുവ അലീമുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹിൽമിഹി വസമാഹതിഹി. അതായത് ഖുലുഖുൻ അലീമിന്റെ ഓരോ ഇനങ്ങളെ കണ്ടുന്നു. ഒന്ന് ഹിൽമ്, രണ്ട് സമാഹത്ത്, വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടല്ലോ. അലീമുൻ ഫീ കറമിഹി വസഖാഇഹി, ഔദാര്യത്തിന്റെ വിഷയത്തിലും അതാ സ്വന്തം ആവശ്യം നിർത്തിവെച്ചുകൊണ്ടും പ്രതിഫലേച്ഛ തിരിച്ച് ആഗ്രഹിക്കാതെയും ധർമ്മം ചെയ്യലാണ് സഖാ. അപ്പൊ കറമിനാക്കാണ് ബൽദൈ. അലീമുൻ ഫീ ശജാഅതിഹി, തങ്ങളുടെ ധീരതന്റെ വിഷയത്തിൽ അലീമാണ്. ഈ അലീമിനെ കൊണ്ട് ഖുലുഖുൻ അലീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹിൽമ് എന്നുള്ളത് മറ്റൊരാളെ പക്കുന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ പ്രതികരിക്കാതെ സഹിക്കലല്ലേ ഹിൽമ് എന്ന് പറയുന്നത്. സമാഹത്ത് എന്നൊരു വിട്ടുവീഴ്ചയല്ലേ. അലീമുൻ ഫീ കരീമി ഇശ്റതിഹി, തങ്ങളുടെ മഹത്തായ പെരുമാറ്റത്തിന്റെ വിഷയത്തിലും അലീമാണ്. അലീമുൻ ഫീ ഹയാഇഹി, ഹയാഇന്റെ വിഷയത്തിൽ അലീമാണ്. അലീമുൻ ഫീ അദബിഹി, അദബിന്റെ വിഷയത്തിൽ അലീമാണ്. അലീമുൻ ഫീ റഹ്മതിഹി വറഅഫതിഹി, അതിലും അലീമാണ്. അലീമുൻ ഫീ സാരി അഖ്ലാഖി, ആമ കൊണ്ടുണ്ടാക്കിയ ഒറ്റ ഖാസ് പറഞ്ഞിട്ട് ആമിനങ്ങോട്ട് പറ്റി അത് ഓരോന്നും വയ്യുള്ളൂ. وكيف لا يكون صلى الله عليه وسلم صاحب الخلق العظيم. അലീമായ ഖുലുഖിന്റെ സാഹിബ് എങ്ങനെ അല്ലാതിരിക്കുക? ഇത് കഫയ്ക്കാലായിക്കോളും. യാക്കുന്തി സലാത്തിൽ എന്താക്കി ലാകട്ടിട്ടാണ് ഇപ്പൊ ചെല്ലുന്നില്ല. അത് കൈപാടില്ല. ലാ യക്കുന്നു കഥ, ഈ പറഞ്ഞൊന്നും ശരിയല്ല, ഇതിന് തെറ്റാന്ന് പറഞ്ഞതിനാണ് യുദ്ധക്കളായത്. ഇത്ര കാലം ഓടിച്ചില്ലേ? യാക്കൂത്തിൽ കുറെ ഇങ്ങനെ വർണ്ണിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ കൈഫലായക്കൂനു കഥാലിച്ചു, എങ്ങനെ പറഞ്ഞതല്ലാണ്ടിക്കുക. أخبرتنا في كتابك بقولك في محكم كتابك بقولي. അവിടെ കൈഫയില്ല, ഒലായക്കൊന്നു കഥാലി, അങ്ങനെ ഒന്നുമില്ല, പറഞ്ഞൊന്നുമില്ല, എല്ലാം നുണയാണ്. അത് പറഞ്ഞുകൂടെ എന്നിട്ട് ഇത് റാത്തി വന്നുകൊണ്ട് ചെല്ലിയിട്ട് നീക്കുന്നു തങ്ങളെ ആക്ഷേപിച്ചിട്ട്. അപ്പൊ ഖുർആനുൽ അദീം കൊണ്ടാണ് തങ്ങൾ സ്വഭാവം ആക്കിയത്. ഖുർആനാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ സുഇലത് അൻ ഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ഖുലുഖിനെ പറ്റി ചോദിച്ചു. ഫഖദ് കാന ഖുലുഖുൽ ഖുർആൻ. അതാ തങ്ങളെ ഖുലുഖ് എന്ന് പറഞ്ഞാൽ ഖുർആൻ. യഗ്ലബു ലിഗലബിഹി, ഖുർആൻ എന്താണ്? ഒന്ന് എവിടെയെങ്കിലും ദേഷ്യം പിടിക്കണമെന്ന് പറഞ്ഞെങ്കിൽ അവിടെ ദേഷ്യം ഉണ്ടാകും. വയർദാലില്ലാഹി. റവാഹു മുസ്ലിം അബൂ ദാവൂദ്. وروى ابن ابي شيبه رضي الله عنه ان عائشه انها سئلت عن خلق رسول الله صلى الله عليه وسلم, തങ്ങളെ ഖുലുഖിനെ പറ്റി ചോദിച്ചു. അപ്പൊ ഇപ്പം ചോദിച്ച ചോദ്യം ഇജ്മാലാണ്, ഒറ്റ ബാക്കി തന്നെ ഖുർആൻ തന്നെ. അതാ ഫഖാലത് കാന ഹസനൻ നാസ് ഖുലുഖൻ, ഖുലുഖിനാൽ അല്ലാഹുവിന്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹസനാണ്. കാന ഖുലുഖുൽ ഖുർആൻ യർദാനില്ലാഹു വയഗ്ലബു ലിഗലബിഹി. അതെല്ലാം എന്താണ്? പോസിറ്റീവ്. ലം നകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ വലാ സഖാബൻ ഫിൽ അസ്വാഖി വലാ യജ്സി ബിസ്സയ്യിഅത്തി സയ്യിഅത വലാകിൻ യഅഫു വയസ്ഫഹു. കണ്ടാ, തങ്ങൾ ഫാഹിഷുമല്ല മുതഫഹിഷുമല്ല, അതായത് ഫഹശായി പ്രവർത്തിക്കുന്നവരുമല്ല
തങ്ങൾ ഫീനഫ്സിൽ സ്വഭാവ ദോഷമുള്ള ആളുമല്ല. പല സഹാബില്ല അങ്ങാടിയിലിട്ടിട്ട് ഒച്ചയിട്ടിട്ട് കലമ്പലം കുത്തിക്കടിക്കുമ്പോൾ കയറ്റവും ഒന്നും ഉണ്ടാവില്ല. ഒരാളെ മക്കൾ നിന്ന് സയ്യിഅത്ത് തങ്ങളിലേക്കുണ്ടായ സയ്യിഅത്ത് കൊണ്ട് പ്രതികരിക്കൂല. പറയുന്നു എന്ന സൂറത്ത് നിങ്ങൾക്ക് 10 ആയത്ത് വരെ. അതിലെന്തെല്ലാം അവസാനമുണ്ട് ഖുർആനിൽ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിഅമാനാതിഹിം എന്ന് തുടങ്ങിയിട്ട് അത് പറഞ്ഞതെല്ലാം തങ്ങൾ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഫഖറഅ സായിലു സായിലങ്ങൂതി 10 ആയത്ത്. ഫഖാല ആയിഷ ബിൻ ഹാകദാ കാന ഖുലുഖുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് തന്നെയാണ് തങ്ങളുടെ ഖുലുഖ്. وعن عائشة رضي الله عنها أنها قالت ما كان أحد أحسن خلقا من رسول الله صلى الله عليه وسلم തങ്ങളേക്കാൾ ഖുലുഖ് മെച്ചമായ ഒരാളും ലോകത്തുണ്ടായിട്ടില്ല. ما دعاه أحد من أصحابه ولا من أهل بيته തങ്ങൾ അസ്ഹാബിമാരാവട്ടെ അഹ്ലു ബൈത്താവട്ടെ തങ്ങളെ വിളിച്ചാൽ ഇല്ലാ കാന ലബ്ബൈക എന്ന ഉത്തരം ചെയ്യും. ആ തിരിച്ചും വലിയ ബഹുമാന സൂചകമായ മറുപടിയാണ്. ആര് വിളിച്ചാലും ലബ്ബൈക. ولذلك أنزل الله تعالى وإنك لعلى خلق عظيم. وعن عمر بن الخطاب رضي الله عنه أن رجلا نادى النبي صلى الله عليه وسلم ثلاثا തങ്ങളെ 3 വട്ടം ഒരാൾ വിളിച്ചു. കുല്ലു ദാലിക യറുദ്ദു അലൈഹി ലബ്ബൈക ലബ്ബൈക എന്ന് ഓരോ തവണയും തങ്ങൾ മറുപടി പറയുന്നു. ചെറിയ ഒരു കഷ്ടമുണ്ടാവോ? റബീലമ്പലാണ് നമ്മളെ മൗലിദ് ഇങ്ങനെയാണ്. ചേലോന്നൊരു മൗലിദില്ല. തങ്ങളെ പേര് മുഹമ്മദ് എന്നാ ഞങ്ങൾക്ക് എസല് പാടില്ല, മകനെ പറയുന്നു. അപ്പൊ തങ്ങളെ ബഹുമാനിക്കുന്നത് ഞങ്ങളുടെ എസലാന്നാലും പോലീസ. ഇത് എസല സേലോ സേലോ എന്ന് പറഞ്ഞാൽ ബോംബെയില്ല, അടുത്തടുത്ത് അത് സ്ഥലമുണ്ട്, അതിന്റെ പേരാണ്. അങ്ങ് പണ്ടും പണ്ടേ ചൊല്ലലുണ്ട്. അപ്പൊ ഖുർആന് ഹദീസ് ഇജ്മാ ഖിയാസ് പണ്ടും പണ്ടേ ഇബ്ലീസ് ആരും കൊണ്ടാന്ന് അബൂജഹൽ. അതായത് കൂട്ടം പാടില്ല. ഖുർആനും ഹദീസ് ഇജ്മാ അമ്പിയാക്കളും ഔലിയാക്കളും സഹാബത്തും അയിമത്തും കൊണ്ടുവന്നാണ് 4 പിന്നെ തങ്ങളെ ബഹുമാനിക്കുന്നതെന്ന് പറയുന്നത് പിന്നെ പൊട്ട് കേൾക്കുമ്പോൾ തുള്ളിയാൽ മതിയാ. ചെരുപ്പിലും കൂടെ നബി തങ്ങളെ തോപ്പിയാ ഉണ്ടല്ലോ, ചെരുപ്പ് ചവിട്ടാൻ പാടില്ല. ബഹുമാനം അറിയിച്ച് ചെരുപ്പിനോടി. سيدنا محمد صلى الله عليه وسلم هو المثل الأكمل في الخلق والخلق. തങ്ങളുടെ ശരീരത്തിന്റെ സൃഷ്ടിപ്പിലാവട്ടെ ഖുലുഖിലാവട്ടെ أكرم بخلق نبي زانه خلق بالحسن مشتمل بالبشر متصم എന്നുള്ള അതപ്പോൾ നേരത്തെ പറഞ്ഞ ഇജ്മാലാക്കിയതിനെല്ലാം തഫ്സീലെടുക്കും. روى البخاري عن أنس رضي الله عنه أنه قال كان رسول الله صلى الله عليه وسلم حسن الناس وجها. അതിൻ്റെ ഖൽഖിൽ മുഖത്തിനാൽ ഏറ്റവും സുന്ദരമാണ്. വഹസനഹും ഖുലുഖ സ്വഭാവത്തിനാൽ ഏറ്റവും ഹസനമാണ്. അതാണ് ഖൽഖി നബി ദാനഹു ഖുലുഖ. فهو صلى الله عليه وسلم أجمل خلق الله تعالى خلقا وأكملهم خلقا بل هو فياض المكارم والكمالات على العالم. ലോകത്തിലെ എല്ലാ മക്കാരിമിൻ്റെ എല്ലാ കമാലാത്തിൻ്റെയും ചൊരിഞ്ഞു കൊടുക്കുന്ന കേന്ദ്രം. അപ്പോൾ അത് ആർക്ക് കിട്ടില്ല? തങ്ങളെ വക്കൽ നിന്ന്. എന്ത് കിട്ടുന്നെങ്കിലും തങ്ങളെ വക്കൽ നിന്ന്. എല്ലാവരും അതിലേക്ക് എത്തിയായിട്ടുണ്ട്. അല്ലയോ അല്ല തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ففي مسند أحمد وغيره عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു بعثت لأتمم صالح الأخلاق. മഹത്തായ സ്വഭാവങ്ങളെ ഇനി എന്തെല്ലാം ബാക്കിയുണ്ട് അതെല്ലാം പൂർത്തിയാക്കുക. അപ്പം മുമ്പെല്ലാം കഴിഞ്ഞ അമ്പിയാക്കളെ കൊണ്ട് ഇതെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്.
ഇനി എന്തെല്ലാം പോരാത്തതുണ്ടോ അതെല്ലാം പൂർത്തിയാക്കും. വറവൽ ഇമാമു മാലിക്കും ഫിൽ മുവത്തൈ ബലാഗൻ. എന്താണ് മാലിക് ഇമാമിന്റെ കിതാബാണ് ഇത് മുവത്ത. അത് സനദ് എങ്ങനെ പറഞ്ഞു? എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ബലഗത്തോന്നു ബലഗനി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം അത് സനദിന്റെ സ്ഥാനത്താണ്. മാലിക് ഇമാമ് അംഗീകരിക്കപ്പെടുന്ന ആളാകുമ്പോൾ അവിടെ കിട്ടിയ ആളും അംഗീകരിക്കണ്ടേ? അന്നഹു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്. എന്ന വ്യത്യാസമുള്ളൂ. സാലിഹൽ അഖ്ലാഖ് എന്നുള്ള മാറ്റമുള്ളൂ. قال الإمام أبو القاسم الجنيدي رضي الله عنه إنما كان خلقه عظيما. തങ്ങളെ ഖുലുഖ് അലീമ എന്തുകൊണ്ടാണ്? لأنه لم يكن له صلى الله عليه وسلم همة سوى الله. അല്ലാഹു തആല അല്ലാത്ത ഒരു വിചാരം തങ്ങളെ മനസ്സിലില്ല. ഏറ്റവും വലുത് അല്ലാഹ്. അപ്പൊ ഖുലുഖെന്തായിരുന്നു? അതാ ഫഖദ് ജമഅ സല്ലല്ലാഹു അലൈഹി വസല്ലം മകാരിമൽ അഖ്ലാഖ് അല്ലതി ജാഅത് ബിഹൽ അംബിയാഉ ഖബ്ലഹു. തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ കൊണ്ടുവന്ന എന്തെല്ലാം മകാരിമുൽ അഖ്ലാഖ് ഉണ്ടോ അതെല്ലാം തങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ മുൻകഴിഞ്ഞ ആൾക്കുണ്ട്. വജാഅ ബിഹാ കുല്ലി. അതുകൊണ്ട് എന്താക്കിയെന്നറിയോ? മുഴുവൻ കൊണ്ടുവന്നു. ഇനി അതിനപ്പുറം വേറൊന്നും വരാനില്ല. വസാദഹും കമാലൻ അലൽ കമാൽ. അപ്പൊ കമാലിന്റെ മേലെ കമാലായി വർദ്ധിച്ചു. ജമാലൻ ഫൗക ജമാലായി. വലഖദ് അസനല്ലാഹു തആല അലാ ഹബീബിഹി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ബി അലീമി ഖുലുഖിഹി. തങ്ങളുടെ ഖുലുഖ് അലീമാണ് എന്ന്. വകമാലി അദബിഹി വഫദ്ലി. ഇവിടെ ഫി തൗറാത്തിലും ഇൻജീലിലും സാഇൽ കുതുബിൽ ഇലാഹിയ്യ. ഇലാഹിയായ സകല കിതാബുകളിൽ, ഖുർആനിൽ മാത്രമല്ല. ഖബാസന അലൈഹി വമദഹഹു ബി അലീമി ഖുലുഖിഹി വകമാലി അദബിഹി ഫിൽ ഖുർആനിൽ അദീമിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഖുർആൻ എടുത്തിട്ടാണ് എന്തായാലും വളച്ചു പൊട്ടിച്ചിട്ട് തീരുമാനമാക്കിയിട്ട് താങ്കൾക്ക് ഒന്നുമില്ല, സാധാരണക്കാരനെന്ന് പറയാൻ വേണ്ടി കൊണ്ടുവരും. ഇവൻ എന്ത് മുസ്ലിം? ഇവനിക്ക് അക്കിലുണ്ടോ? روى البخاري عن عطاء بن يسار رضي الله عنه مبرطابيا قال لقيت عبد الله بن عمرو بن العاص رضي الله عنه കണ്ടുമുട്ടി. മൂപ്പർ തൗറാത്തും ഇൻജീലും നല്ലോണം പഠിച്ചാളാ. فقلت ഞാൻ പറഞ്ഞു അഖ്ബിർനി അൻ സിഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തൗറാ. തൗറാത്തിൽ തങ്ങളെ പറ്റി പറഞ്ഞ സിഫത്ത് എനിക്ക് പറഞ്ഞു തരണോ? فقال അജൽ. ഞാൻ റെഡി എന്ന്. എപ്പം ചോദിക്കുന്നത് റെഡി? അജൽ. ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മൗസൂഫുൻ ഫി തൗറാത്തി ബിബഅദി സിഫത്തിഹി ഫിൽ ഖുർആൻ. ഖുർആനിൽ തങ്ങളെ പറഞ്ഞ സിഫത്തിന്റെ ബഅദ് എന്തിലുണ്ട്? തൗറാത്തിൽ. ഖുർആൻ എന്താ പറഞ്ഞത്? യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഇത് ഖുർആൻ ആയത്തിലുണ്ടല്ലോ. ഇനിയോ വഹിർദൻ ലിൽ ഉമ്മിയീൻ. ഉമ്മിയാക്കൾ എഴുത്തും വായനയും അറിയാത്ത ആളുകൾക്ക് ഹിർദാണ് കാവലാന്ന് പറഞ്ഞാൽ അവരുടെ എഴുത്തും വായനയും പഠിപ്പിച്ച് ജഹാലത്തിനെ തൊട്ടെല്ലാം എന്താക്കും? രക്ഷപ്പെടുത്തും. അന്ത അബ്ദി വ റസൂലി. തങ്ങൾ എൻ്റെ അബ്ദും റസൂലുമാണ്. സമ്മൈതുകൽ മുതവക്കിൽ എന്ന് ഞാനൊരു പേരുണ്ട്. തൗറാത്തിൽ ഉള്ള പേരാണ് മുതവക്കിൽ. നമ്മൾ ദലാൽ ഖൈറാത്തിലും കാണാം 201 പേരിൽ മുതവക്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ലൈസ ബിഫദ്ലിൻ വലാ ഗലീദിൻ. അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഫദ്ല് എന്ന് പറഞ്ഞാൽ ലാഹിറായ സ്വഭാവത്തിൽ ഫദ്ല്. ഗലീദ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സില്ല? ഗലീദുൽ ഖൽബ് എന്നല്ലേ? അപ്പൊ കൽബിന് കട്ടി കാഠിന്യമില്ല. അല്ലാഹു ഗലീദൻ ലം യകുൻ ബല്ലയ്യിന ബർറർ റഊഫൽ മുഅ്മിനീന റഹീമാ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ വലാ സഖാബിൻ ഫിൽ അസ്വാഖ്. അങ്ങാടികളിൽ സഖബ്. സഖബ് എന്ന് പറഞ്ഞാൽ എന്താ? അസ്സിയാഹു വൽതിറാബുൽ അസ്വാത്തി ലിൽ ഹിസാബ്. അസ്വാത്തി എന്നുകൊണ്ടാണ് അസ്വാബീനായി പോയി. ഒരാളിങ്ങോട്ട് കയർക്കുക, തങ്ങളങ്ങോട്ട് മറ്റൊരാൾ മറുപടി പറയാതെ കയർപ്പ് ഒച്ചപ്പാടും അങ്ങനത്തെ ഒന്നുമില്ല. വളരെ ശാന്തം. വലാ യദ്ഫഉ സയ്യിഅത ബിസ്സയ്യിഅതി. തങ്ങളോട് ആരെങ്കിലും ഉപദ്രവം ചെയ്താൽ അതുകൊണ്ട് തിരിച്ചടിക്കൂല. വലാകിൻ യഅഫു വയഗ്ഫിറു. അതാണ് സമാഹത്ത്. നേരത്തെ പറഞ്ഞില്ലേ? ഇതാ വലൻ യഖ്ബിലഹു അല്ലാഹു തആല. അല്ലാഹു തആല തങ്ങളെ മരിപ്പിക്കൂല. എപ്പോ? ഹത്താ യുഖീമ ബിഹിൽ മില്ലത്തൽ ഔജാൽ. ഇവിടെ വളഞ്ഞു കിടക്കുന്ന മില്ലത്തുണ്ട്. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് ആദ്യം വന്നു മക്കയിലേക്ക്. തുടർന്ന് ഇസ്മായിൽ അലൈഹിസ്സലാമും വന്നു. അപ്പൊ തൗഹീദും ഇസ്ലാം അവിടെ ഉണ്ട്.
അതെന്താക്കി പിന്നെ അമ്ർ ബിൻ ലുഹയ്യ് ആളും വന്നിട്ട് ഭേദഗതിയാക്കി എന്തെല്ലോ ഇല്ലാത്തെല്ലാം കയറ്റിക്കൊണ്ടാന്നിട്ട് എല്ലാം കുൽമാലി പിന്നെ അതെല്ലാം നേരിയാക്കളി. അത് അവുജാന്ന് വെച്ചാൽ വളമില്ലെന്നെല്ലാം തീർക്കണം. അതെങ്ങനെ അതിന്റെ മുദ്രാവാക്യം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ മുദ്രാവാക്യം. അത് ഉപയോഗിച്ചിട്ട് കളിയാക്കണം. ലാ ഇലാഹ എന്നെ കൊണ്ട് എന്താകണം? മുഹമ്മദ് റസൂലുള്ളാഹി വായിക്കണമെന്ന് പണ്ടേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ശിക്ക് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി ഇവിടെ കൂട്ടണമെന്ന് പണ്ടേ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണ് കാണാതായി പോയ കുറെ കണ്ണുകളെ തുറക്കാനുണ്ട്. ഇത് കണ്ടിക്കണ്ട. കേൾക്കാത്ത ചെവികളെയും തുറക്കാനുണ്ട്. ഒന്നും പറഞ്ഞ കയറാത്ത കൽബുണ്ടല്ലോ മൂടിക്കിടക്കുന്നത്, ആ കുലൂബിനെയും തുറക്കാനുണ്ട്. അതായിപ്പം വേണ്ടത്. ഒരു മനുഷ്യന്റെ കമാലത്തിലെത്തി. അപ്പൊ ഉള്ളിലെ കണ്ണ് തുറക്കണം, ഉള്ളിലെ കാതും തുറക്കണം, ഉള്ളിലെ കൽബും തുറക്കണം. എന്നല്ലേ പണ്ട് മധുയല്ലേ. ഇനി വാൻ വഹബിന് മുനബ്ബിഹിൻ റളിയല്ലാഹു അൻഹു നമ്മള് എന്താ മന്നദ് സബീൽ മൂപ്പറ ചരിത്രങ്ങളോളം കണ്ടിട്ടുണ്ട്. വലിയ ലോകത്തറിയപ്പെട്ട വലിയ മഹാനാണ്. ഒരുപാട് മുഹദ്ദിസീങ്ങൾ മൂപ്പറ ഹദീസ് സ്വീകരിച്ചിട്ടുണ്ടെന്നും പിന്നെ തൗറാത്ത് ഇഞ്ചീലൊക്കെ നിങ്ങൾ പാടാക്കിയ ആളാന്ന്. ഔഹല്ലാഹു തആല ഇലാ നബിയ്യിൻ മിൻ ബനി ഇസ്രായീൽപ്പെട്ട ഒരു നബിയിലേക്ക് അല്ലാഹു തആല വഹി അറിയിച്ച എന്താണ്? യുഖാലു ലഹു ശഅയ്യ അലൈഹിസ്സലാം എന്ന ആ നബി അൻകും ഫീ ബനി ഇസ്രായീൽ, നീ ബനു ഇസ്രായേൽ രംഗത്ത് വരണം. ഫഇന്നീ സഉത്ലിഖു ലിസാനക ബിവഹ്യിൻ, വഹി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ നാവ് ഞാൻ എന്താക്കും? കട്ടയിച്ചു തരും. അപ്പൊ വഹിയിൽ കൂടി നിങ്ങൾ സംസാരിച്ചോളൂ. ഫഖാമ മൂപ്പരണീച്ചു. ഫഖാല പറഞ്ഞു യാ സമാഉ ഇസ്മഈ വയാ അർളു അൻസിതി, ആകാശമേ നീയും കേക്ക്, ഭൂമിയെ ശാന്തമായിരിക്കും ഞാൻ പറയുന്ന കേക്ക്. فإن الله تعالى يريد أن يقضي شيئا, ഒരു വലിയ ഒരു കാര്യം അല്ലാഹു തആല നടപ്പിൽ വരുത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. വയുദബ്ബിറ അംറൻ, ഒരു കാര്യം തദ്ബീർ ചെയ്തിട്ടുണ്ട്. വഹു മുനഫിദുഹു, അത് നടപ്പിൽ വരുത്തും. എന്താണ് കാര്യം? ഇന്നഹു യുരീദു അൻ യബഅസ ഉമ്മിയ്യൻ മിനൽ ഉമ്മിയ്യീൻ, ഉമ്മിയാക്കളിൽപ്പെട്ട ഒരു ഉമ്മിയ്യനെ അല്ലാഹു തആല അയക്കും. ആ ഉമ്മിയാരാണ്? ലൈസ ബിഫളിൻ വലാ ഗലീദും, ഫള്ളും ഗലീദും അല്ലാത്ത ഒരു നബി. വലാ സഖാബിൻ ഫിൽ അസ്വാഖ ലൗ യമുറു അലാ സിറാജി, ഇത് നമ്മൾ ദഹലാൻ ഓതിട്ട് കണ്ടോണ്ട് ഓതിയിട്ടുണ്ട്. ഇങ്ങനെ കേട്ട് ഇങ്ങനെ എണിക്കുന്നൊക്കെ ചോർന്നു പോകുന്ന പറയുന്നത്. നമുക്കതിനൊന്നും ഉത്തരവാദിയല്ല. എന്തുകൊണ്ട്? ദുഞ്ഞാബിന്റെ ഖയാലാത്തോ അന്ധവിശ്വാസങ്ങൾ കുത്തി നിർച്ചാൽ പിന്നെ അവിടെ കയറിയിട്ടില്ല. ചെവിക്ക് ഇപ്പഴുണ്ടായില്ല. അപ്പൊ ഇങ്ങനെ ചെയ്താൽ എന്താക്കും? കയറിയിട്ടുള്ളിയെ പിടിക്കുന്നു പോയി കുറച്ചെങ്കിലും ഉണ്ട് ഉള്ളിൽ. നല്ലയാളെ കൂട്ടിക്കൊണ്ടപ്പോയി കളിയാക്കിയില്ല. അടുത്ത കുടുംബത്തിൽപ്പെട്ട ആള് കുറേ വഹാബിയും മുജാഹിദല്ല അതിന് പുള്ളന്മാർ. അവിടെ പോകുമ്പോൾ അവരുടെ പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും അവിടെ അറമ നിറച്ചുകൊണ്ട് ഓരോ സ്കൂളിലാണ് ബസ്സിൽ നിന്നാണ് കൂട്ടിക്കൊണ്ടുപോകും. ഇയാൾ പറയുന്നത് കഞ്ഞിമൂലൊക്കെ വെപ്പുസൈറ്റാണ് ഒഴിവാക്കുക. അപ്പൊ ലോകത്തിലെ എല്ലാ ഹൈറും ശരണമായ പ്രവർത്തനത്തിന് ആ മൂല ഉത്തരവാദി. നമ്മൾ ക്ലാസ്സിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും. വഹാബികൾ സ്കൂളിലൊക്കെ അയക്കുക. ഓരോ പ്രസിദ്ധീകരണം അവിടെ പല കട്ടിക്കിടക്കുന്നുണ്ട്. നിങ്ങൾ ആക്കിയിട്ടല്ലേ? ഒരു വിളക്കിന്റെ അടുക്കൽ കൂടി തങ്ങൾ നടക്കുകയാണെങ്കിൽ ആ വിളക്ക് കെടൂല. എന്നിട്ട് മീൻസക്കീന് തങ്ങളുടെ നടത്തത്തിന്റെ സാവധാനം കൊണ്ട് മുമ്പ് പറഞ്ഞു. എന്നാ ഒച്ച ചില്ലിക്കൊമ്പിലെ കൂടി നടന്നാൽ ശബ്ദം ഒച്ച കേൾക്കൂല. ഇവിടെ കൂടി പൂച്ച ഉറക്കുമ്പോൾ ഒച്ച കേൾക്കുന്നില്ലേ? ഉണങ്ങിയ ചെല്ലിക്കൊമ്പുണ്ടെങ്കിൽ ഉണങ്ങിയ വസ്തുക്കളമേ നടക്കുകയാണ്. എല്ലാം കാലിന്റെ അടിയിൽ കൂടി ഒച്ച പുറത്തു വരില്ല. അത്ര അശാന്തമായ നടത്താം. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കലാമല്ലേ? ഞാൻ ബഷീറായിട്ടും നദീറായിട്ടും അവരായിട്ടും ലാ യഖൂലുൽ ഖനാ, മോശമായ ഒരു കാര്യം സംസാരിക്കൂല. അൽ ഖനാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവൽ ഫാഹിഷു ഫിൽ ഖൗൽ, വാക്കിലുണ്ടാകുന്ന
അഫ്തഹു ബിഹി അയ്യുനൻ ഉംയാ, കുരുടാക്കപ്പെട്ട കണ്ണുകൾ ഞാൻ തുറക്കും. വആദാനൻ സുമ്മാ, കേൾവിയില്ലാത്ത കാതുകളും ഞാൻ തുറക്കും. ഖുലൂബൻ ഗുൽഫ, ഇതെല്ലാം ബാത്തിനിയായ കണ്ണ് ബസീറത്താ തുറക്കുന്നു. ബസീറത്തിന് നമ്മ പണ്ട് 5 ഹാല് പറഞ്ഞില്ലേ, പൊട്ടിയാളെന്നാക്കാൻ കഴിയൂല. വആദാനൻ സുമ്മ ഖുലൂബൻ ഗുൽഫ. എന്നിട്ടോ ഉസദ്ദിദുഹു ബികുല്ലി അംരിൻ ജമീൽ, മഹത്തായ എന്ത് കാര്യമുണ്ടോ അതിലേക്കെല്ലാം തങ്ങളെ ഞാൻ വഴി നടത്തും. വഹബുലഹു കുല്ല ഖുലുഖിൻ കരീം, കരീമായ ഖുലുഖുണ്ടോ അതെല്ലാം ഞാൻ ഓശാരമായി കൊടുക്കും. വജഅലു സകീനത ലിബാസഹു, ഇത് സുബ്ഹാനഹു വതആലയുടെ ഹദീസാണ്. പക്ഷെ വായിക്കുന്ന ദേശം തെറ്റായിരിക്കും. വലമൊഴിയും തെറ്റുണ്ട്, മാമൊഴിയും തെറ്റുണ്ട്. തെറ്റ് പറഞ്ഞുകൂടാ. അന്നെന്താക്കും, ज़मीन में ज़लज़ला क्यों है, फलक पर गुलगुला क्यों है, नफ़्ख़े सूर क्यों है, क्या अभी महशर बपा होगा എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവും. എന്താണ് ഭൂമിക്കൊരു കുലുക്കം, എന്താണ് ആകാശത്തിന് കരകര ശബ്ദം, ഇപ്പൊ ഖിയാമത്ത് എന്ന് പേടിച്ചെന്ന്. പാട്ടാ ഉറുദു അല്ലത്. ഞാനാ അതാ, അത് വലിയൊരു ഹാഫിദും ഒരുപാട് കിതാബുകൾക്ക് ശർഹ് എഴുതിയ വലിയൊരു ആലിമുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അതിനെ മർസിയാണത്. मेरे दिल पर है क्यों आथार वहशत आज क्या होगा, कैसी मजलिसे गम है या किसका तज़किरा होगा. എല്ലാത്തിനും രാശി ഹോക 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 എന്നുണ്ടായി. വലിയൊരു ദീപം തന്നെ ഉണ്ട്. तुम्हारे शोर सेवन से क्या गुमान होता है मुझको, क़यामत से भी शायद हादिसा कोई बड़ा होगा. सुनवाए हमदमो एक नुक्ते बारीक सोजा है, എന്താണ് അതിനെ ബാക്കിയുണ്ടല്ലോ, समझ लेगा उसे जो സാഹിബേ ഫഹ്മേ വകാ ഹോഗാ. ബുദ്ധി ഉണ്ടാക്കി തിരിയാനോട് നുക്ത ഉണ്ട്. എന്താണ്, ഖിയാമത്ത് കഹത്തെ ഹൈ ഖായിൽ സിറാറുൽ ഖൽഖ് पर होगी, ഖിയാമത്ത് के वापस इंतकाले औलिया होगा. വജഅലു സകീനത ലിബാസഹു, സകീനത്ത് എന്നുള്ളത് അവരുടെ വസ്ത്രമാക്കി ഞാൻ മാറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ബിർറ ശിആറഹു, ബിർറ എന്ന് പറഞ്ഞാൽ എന്താ, ഗുണകരമായ എല്ലാ കാര്യം. ഖുർആനിൽ പറഞ്ഞില്ലേ, വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി, ഈമാൻകാരി എണ്ണി അത്തൽമാല എണ്ണി എല്ലാം എണ്ണില്ലേ, അത് തങ്ങളെ ശിആറാണ്. വത്തഖ്വ ദമീറഹു, തഖ്വ തങ്ങളുടെ മനസ്സിന്റെ ഉള്ളാക്കും. വൽ ഹിക്മത മൻതിഖഹു, ഹിക്മത്ത് തങ്ങളുടെ സംസാരമാണ്. വസ്സിദ്ഖ വൽ വഫാഅ തബീഅതഹു, വൽ അഫ്വ വൽ മഅറൂഫ ഖുലുഖഹു, വൽ ഹഖ്ഖ ശരീഅതഹു, വൽ അദ്ല സീറതഹു, വൽ ഹുദാ ഇമാമഹു, വൽ ഇസ്ലാമ മില്ലതഹു, വ അഹ്മദ് ഇസ്മഹു, തങ്ങളുടെ പേര് അഹമ്മദ് എന്നാണ്. അത് ഇതിൽ നിന്ന് ശിഫായിലമ്മ പണ്ടോതിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ തീർന്നിട്ടില്ല. ആർക്കും ആരെയും സമയത്ത് പരിചയമില്ലാത്ത എല്ലാം അജ്ഞാതമായ സമയത്ത് തങ്ങളെ കൊണ്ടെന്താക്കുക എല്ലാം പരിചയപ്പെടുത്തി തരും. എന്താ പറഞ്ഞില്ലേ, ലോകത്ത് മറിഞ്ഞു കിടക്കുന്ന എന്ത് കാര്യത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഉത്തരം പറയുള്ളൂ. വളരെ ന്യൂനമാണ് ഏത് ഹക്ക് കൊണ്ട് വിശ്വസിക്കുന്ന ആള്. അത് കലീലായപ്പോൾ എന്താക്കും, തങ്ങൾ മുഖേന അത് അല്ലാഹു തആല വർദ്ധിപ്പിക്കും. ക്ഷാമവും വറുതിയും ഫക്കീർത്തലും ബാധിച്ചതിന് ശേഷം തങ്ങൾ മുഖേന എന്താക്കും, അപ്പൊ എല്ലാം ബിഹി ബിഹി ബിഹി. അപ്പൊ നാരേശ്വരത്തില് ബിഹി വന്നപ്പോ ശിർക്കായി പോയിരുന്നു. ശിർക്കോഫോബിയ അതിനാ പേര്. ബിഹി എന്ന് പറഞ്ഞാൽ സബബ പറഞ്ഞ സബബിന് തഹ്സീറില്ല നമ്മാദ്യം വിശ്വസിച്ചു വെച്ചില്ലേ. സജ്ജാകുന്നില്ലേ അല്ലേ, നമ്മളെ വെള്ളം ഇറക്കുന്നു. എന്നിട്ടോ ബിഹി, വെള്ളം ഉപയോഗിച്ചിട്ട് അമ്മം പുറപ്പെടുവിക്കുന്നവൻ അല്ലാന്ന് അതിൽ തന്നെ അവിടെ പറഞ്ഞു വെച്ചത്. അവിടെ നെഹനുണ്ട്.
ബിഹി അതൊരു സബബ്. ആലമുൽ ഹിക്മത്തിൽ എന്താകും, ഒരു പടപ്പിനെ മറ്റൊരു പടപ്പോട്ട് എന്താകും ഒന്നാമത്തെ പരസ്പരം കോർത്തിണക്കിയിട്ട് സബബാക്കി മറിച്ചിട്ടുണ്ടാവും. ആക്കുന്നവനല്ല അല്ലാഹ്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ബിഹി തൻഹൻഡു ബിഹി വതൻഫരിജു ബിഹി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശിർക്ക് വന്നത്. ചുരുക്കത്തിൽ തങ്ങളോടുള്ള വൈരാഗ്യം ആ അദാവത്ത് അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് അതിൽ നിന്നിങ്ങനെ ഉണ്ടായിത്തീരും. അല്ലാഹു സുബ്ഹാനഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പല ചേരികളായി പരസ്പരം അടി തുടങ്ങുന്ന ഫിർഖത്തായതിനു ശേഷം തങ്ങളെ കണ്ടെന്താക്കും ഒരുമിച്ച് കൂട്ടും. അല്ലെ, അവിടെ നിഅമത്ത് അള്ളാന്റെ നിഅമത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ദലാൽ ഖൈറാത്ത് ചെറിയ നിഅമത്തുല്ലാഹിന്റെ വ്യാഖ്യാനമൊക്കെ കാണാം. നിഅമത്തുല്ലാഹി തങ്ങളാണ്, നിഅമത്തുല്ലാഹി ഇസ്മത്തുല്ലാഹി ഉണ്ടെന്നില്ലേ. അപ്പൊ തങ്ങൾ ഇടപെട്ടിട്ട് എന്താക്കി എന്നറിയോ, നിങ്ങൾ സഹോദരന്മാരാക്കി മാറ്റി ആക്കുന്നവനല്ല. അതുകൊണ്ടാണ് ഇത് അല്ലഫ ബൈന ഖുലൂബിക്കും എന്ന് പറഞ്ഞത്. ഇനി വഉഅല്ലിഫു ബിഹി ബൈന ഉമമിൻ മുതഫർരിഖ, തെന്നിച്ചെറി കിടക്കുന്ന ഒരുപാട് ഉമ്മത്തിന്റെ ഇടയിൽ എന്താക്കും, തങ്ങൾ മുഖേന അല്ലാഹു തആല തരീഫാക്കും. വഖുലൂബിൻ മുഖ്തലിഫ വഅഹ്വാഇൻ മുതശദ്ദിദ വതസ്തൻഖിദു ഫിആമൻ മിനൻ നാസി അളീമൻ മിനൽ ഹലക, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വലിയ ഒരു വിഭാഗത്തിന് എന്താക്കും, നരകത്തിൽ നിന്നും ഹലാക്കിൽ നിന്നും ഞാൻ രക്ഷപ്പെടുന്നു തങ്ങൾ മുഖേന. വഅജഅല ഉമ്മതഹു ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ലോകത്തിലേക്ക് അയക്കപ്പെട്ട എല്ലാ ഉമ്മത്തിനേക്കാളും ഖൈറായ ഉമ്മത്തായി തങ്ങളുടെ ഉമ്മത്തിനെയാക്കും. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ മുവഹിദീന മുഅ്മിനീന മുഖ്ലിസീന മുസദ്ദിഖീന. തങ്ങളുടെ ഉമ്മത്തിനുള്ള വസ്ഫ് എന്താണ്? മുവഹിദീന മുഅ്മിനീന മുഖ്ലിസീന മുസദ്ദിഖീന ബിമാ ജാഅത് ബിഹി റുസുൽ. മുർസലീങ്ങൾ കൊണ്ടുവന്ന എല്ലാം കൊണ്ടും അവർ മുവഹിദീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, മുഖ്ലിസീങ്ങളാണ്, മുസദ്ദിഖീങ്ങളാണ്. ഔറദൽ ഹാഫിദ് ഇബ്നു കസീർ ഫി തഫ്സീരിഹി വഅസാഹു ഇബ്നു അബീ ഹാത്തിം വഔറദഹു അൽ ഖസ്തലാനി ഫിൽ മവാഹിബി വഅസാഹു ഇബ്നു ഇസ്ഹാഖ്. ശിഫായിലുണ്ടത്, പക്ഷെ ചെറിയ അൽഫാദിന് വ്യത്യാസം. അതന്നെ അതിന് ബേനിയാന്ന് സുബ്ഹാനഹു വ തആല എടുത്തു വെച്ചത്. ഉമ്മദറിൻ്റെ ഹദീസാണ്, കുറച്ച് വലിയ പ്രയാസം ഉണ്ടാവും. അപ്പം അമ്മലാക്കൽ പല ഇവരൊക്കെ കൊല്ലുമ്പോൾ ലാഹത്തിലൊക്കെ കൊല്ലുമ്പോൾ ഒരുപാട് ആളുകളെ അതിന് ശറഹ് ചെയ്തിട്ടുണ്ട്. ധ്യാനത്തിലുണ്ടല്ലോ അതിൻ്റെ ശറഹ്. ശമൈലോദിനും സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا